Good afternoon, all. Good afternoon. Good afternoon, ma'am. Good afternoon, Miss. Hello, ma'am. Okay, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ കോഴ്സിൻ ഡെപ്പോസിറ്റ് കൊടുക്കുന്ന കാര്യം വരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓർമ്മയുണ്ടോ? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ദെൻ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD. ഓക്കെ, OPDയിലുള്ള മെഡിക്കൽ എക്സാമിനേഷൻ, അതായത് പേഷ്യൻസിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ശ്രദ്ധിക്കാം. ഫസ്റ്റ് പോയിന്റ്, a detailed social and medical history of patient is taken by a physician and recorded. ഫിസിഷ്യൻ എന്ത് ചെയ്യും? പേഷ്യൻസിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി എടുക്കുന്നു, ചികിത്സാപരമായിട്ടുള്ള ഹിസ്റ്ററി എടുക്കുന്നു. പേഷ്യൻസ് ടെമ്പറേച്ചർ, BP, പൾസ്, റെസ്പിറേഷൻ എക്സെട്ര ആർ റെക്കോർഡഡ്. പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്യും, BP എത്രയുണ്ടെന്ന് നോക്കും, അതോടൊപ്പം തന്നെ പൾസ്, റെസ്പിറേഷൻ മീൻസ് ശ്വസന നിരക്കൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഹിസ്റ്ററി എടുക്കുന്നു. ദെൻ അത് റെക്കോർഡ് ചെയ്യുന്നു. സെക്കൻഡ് വൺ, ചാപ്റ്റർ ഏതായിരുന്നു? ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ തന്നെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ്, the necessary investigation such as X-ray, lab test is done to diagnose the diseases and prescribe treatment. അല്ലെ? അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റിഗേഷൻസ്, മറ്റു ടെസ്റ്റുകൾ നടത്തുന്നു. എക്സ്റേ, ലാബ് ടെസ്റ്റ് തുടങ്ങിയ ടെസ്റ്റുകൾ നടത്തിക്കൊണ്ട് ദെൻ ഡയഗ്നോസിസ്, അതിലൂടെ രോഗം നിർണ്ണയിക്കാനും ദെൻ പ്രിസ്ക്രൈബ്ഡ് ട്രീറ്റ്മെന്റ് ചെയ്യാനും, രോഗം കണ്ടെത്തി ട്രീറ്റ്മെന്റ് ചെയ്യാനും അതിനുള്ള എന്തൊക്കെയാണോ പ്രിസ്ക്രൈബ്ഡ് ട്രീറ്റ്മെന്റ് ചികിത്സകൾ നടത്തുകയും ചെയ്യുന്നു. Then മൂന്നാമത്തെ പോയിന്റ്, those who are admitted to hospital for further investigation and treatment to concerned ward on the advice of treating doctor. അപ്പോ ഡോക്ടർ പേഷ്യന്റിനെ പരിശോധിച്ചു, ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്തു അല്ലെ, ലബോറട്ടറി ലാബ് ടെസ്റ്റുകളും അല്ലെങ്കിൽ എക്സ്റേയോ അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തതിന് ശേഷം പേഷ്യന്റിനെ ഡോക്ടർ അഡ്മിറ്റ് ആക്കുകയാണ്. സോ അഡ്മിറ്റ് ആക്കുന്നത് ഡോക്ടറാണ്, പേഷ്യന്റിനെ നമ്മൾ അഡ്മിറ്റ് ആക്കുന്നത് ടു കൺസേൺഡ് വാർഡിലോട്ട് അഡ്വൈസ് കൊടുക്കുകയാണ്, അഡ്മിറ്റ് ആക്കാൻ വരുന്നുണ്ട് പേഷ്യൻസിനെ. Then the ward is designated by the staff of admission desk and entered in the case sheet. അപ്പോ ഡോക്ടറാണ് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം നൽകുന്നത്. ദെൻ അഡ്മിഷൻ ഡെസ്കിലെ സ്റ്റാഫാണ് ആ പേഷ്യൻസിന് ഏത് വാർഡാണെന്ന് തീരുമാനിക്കുന്നത്, ഏത് വാർഡിലേക്കാണ് പേഷ്യന്റിനെ മാറ്റേണ്ടത്, ഇതിനോട് ബെഡ് അവൈലബിലിറ്റി ഉണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഏത് വാർഡിലേക്കാണ് ഡോക്ടറുടെ ഉപദേശപ്രകാരം അഡ്മിഷൻ ഡെസ്കിലെ സ്റ്റാഫ് ഒരു വാർഡ് നിശ്ചയിക്കുന്നു. ദെൻ അത് പേഷ്യന്റിന്റെ കേസ് ഷീറ്റിൽ പേഷ്യന്റിനെ ഇന്ന വാർഡിലാണ്, അല്ലെങ്കിൽ നമ്പറൊക്കെ ഉണ്ടാവുമല്ലോ, റൂം നമ്പർ പോലെ തന്നെ വാർഡിലും ചിലപ്പോൾ നമ്പർ കാണാറുണ്ട് അല്ലേ? ഉണ്ടോ? വാർഡിൽ നമ്മൾ കിടക്കുമ്പോഴേ ഓരോ പേഷ്യന്റിന് ചിലപ്പോൾ ഒരു നമ്പർ പോലെ ഉണ്ടാവില്ലേ? ഉണ്ടാവാറുണ്ടോ? ഉണ്ടോ? ചില ഹോസ്പിറ്റലൊക്കെ കാണാം, ചില നമ്പർ പോലെയൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ ആ ഒരു ഡീറ്റെയിൽസും എന്ത് ചെയ്യുന്നു? പേഷ്യന്റിന്റെ കേസ് ഷീറ്റിൽ രേഖപ്പെടുത്തുന്നു. ഓക്കെ, ഇത്രയുമാണ് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPDയിൽ വരുന്നത്. ഒന്നുകൂടി പറയാൻ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് പേഷ്യൻസിന്റെ മെഡിക്കൽ ഹിസ്റ്ററി എടുക്കുന്നു, അതായത് ഫിസിഷ്യൻ ഡോക്ടർ പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി എടുക്കുന്നു. മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് പേഷ്യൻസിന്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും, ദെൻ ഒന്ന് BP ചെക്ക് ചെയ്യുന്നു, പൾസ് എത്രയാണ്, അതോടൊപ്പം തന്നെ റെസ്പിറേഷൻ റേറ്റ്, ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് അത് റെക്കോർഡ് ചെയ്യുന്നു. രണ്ടാമതായിട്ട് പറയുന്നത് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് പേഷ്യൻസിന്റെ രോഗം കണ്ടുപിടിക്കാനും അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്റേ അല്ലെങ്കിൽ ലബോറട്ടറി ടെസ്റ്റ് അങ്ങനെയുള്ള, ഇപ്പൊ എക്സ്റേയോ സ്കാനിങ്ങോ ECGയോ അങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നു. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് പേഷ്യന്റിനെ ഇൻവെസ്റ്റിഗേഷന് ശേഷം, അതായത് ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ രോഗം ഇന്നതാണ് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഡോക്ടറാണ് തീരുമാനിക്കുന്നത് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുവാൻ. ദെൻ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം അഡ്മിഷൻ ഡെസ്കിലെ സ്റ്റാഫാണ് പേഷ്യന്റിനെ വാർഡ് തീരുമാനിക്കുന്നത്, ഏത് വാർഡിലാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ദെൻ ആ വാർഡ് തീരുമാനിക്കുന്നു, അത് പേഷ്യന്റിന്റെ കേസ് ഷീറ്റിൽ എൻട്രി ചെയ്യുന്നു. ഓക്കെ, 3 പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ ആണോ?
റെസ്പോൺസ് ഒന്നും ഇല്ലാലോ. ഓക്കെ ആണോ എല്ലാവർക്കും? എന്ത് പറ്റി? ക്ലാസ് ഒരു റെസ്പോൺസ് ഇല്ലല്ലോ ആരും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD. ഓരോ പോയിന്റും മനസ്സിലാക്കി വായിക്കുക. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ക്ലിയർ ആവാത്തിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം. നമുക്ക് ഡോക്ടറാണ്, നമ്മൾ ഇതെല്ലാം BP-യും മറ്റു ടെസ്റ്റ് ചെയ്തു, ഇതൊക്കെ റെക്കോർഡ് ചെയ്തു. ദെൻ അഡ്മിഷൻ ഡെസ്കിലെ സ്റ്റാഫ് വന്നിട്ട് നമുക്ക് ഇന്ന വാർഡാണ് അല്ലെ, വാർഡ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അഡ്മിഷൻ ഡെസ്കിൽ ഒരു സ്റ്റാഫ് ആയിരിക്കും. എടുത്താണോ ഇത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവിടെ വരെ എടുത്തിയായിരുന്നോ? ഓക്കെ, ഞാൻ ഫസ്റ്റില് ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞില്ലല്ലോ. കുഴപ്പമില്ല, ഒന്നും കൂടി പഠിക്കാലോ, ഒരു റിവിഷൻ പോലെ ആയിക്കോട്ടെ അല്ലെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നോക്കാം. ട്രാൻസ്പോർട്ടിങ് നമ്മൾ പറഞ്ഞായിരുന്നോ? ട്രാൻസ്പോർട്ടിങ് OPD to IPD പറഞ്ഞു. ഓക്കെ, എനിക്ക് തോന്നുന്നു റെസ്പോൺസിബിലിറ്റീസ് ഉള്ള നേഴ്സിന്റെ ഫസ്റ്റ് പ്രിപ്പയർ റൂം മാത്രം നമ്മൾ പറഞ്ഞു. ആണോ? ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. കാരണം നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ കയറുന്നത് കൊണ്ട് മീൻസ് സെയിം ചില പോർഷൻസ് ചില ക്ലാസ്സുകൾ ഒരേപോലെ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ട്രാൻസ്പോർട്ടിങ് ക്ലയന്റ് നമ്മൾ പറഞ്ഞു. ദെൻ റെസ്പോൺസിബിലിറ്റീസ് ആണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ, പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പൊ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നേഴ്സ് നോക്കാം. പ്രിപ്പയർ റൂം, ഫസ്റ്റ് വൺ പ്രിപ്പയർ റൂം. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. പ്രിപ്പയർ റൂമിൽ എന്തൊക്കെയാണ്? Prepare a clean and neat admission room with all necessary items according to the needs of patient. പേഷ്യന്റിന് ആവശ്യമുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസുകളും പ്രിപ്പയർ ചെയ്തിരിക്കണം. Then prepare an appropriate type of bed with adequate adjusted height of the bed. അതായത് ബെഡ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഓരോ പേഷ്യൻസിനും ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള ബെഡ് അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഇപ്പൊ ബെഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബെഡുകളെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുക. ചില പേഷ്യൻസിനൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇത്തിരി ബുദ്ധിമുട്ടുള്ളവരായിരിക്കും, കിടപ്പായിട്ടുള്ള പേഷ്യൻസിനൊക്കെ നിങ്ങൾ ഫുഡൊക്കെ നമ്മൾ കിടത്തിൽ തന്നെയൊക്കെയാണ് കൊടുക്കണമെങ്കിൽ ബെഡ് അഡ്ജസ്റ്റ് ചെയ്ത് ഹൈറ്റ് ചെയ്ത് വെക്കും അല്ലെ, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും ബെഡിന്റെ. കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടില്ലേ? എനിക്ക് തോന്നുന്നു ഫുഡൊക്കെ കഴിക്കാനും മറ്റുമൊക്കെ ആയിട്ടും അവർക്കൊരു അല്ലെ, അവർക്ക് നല്ല രീതിയിൽ അവർക്ക് സേഫ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷന് നമ്മൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി കിടപ്പായിട്ടുള്ള പേഷ്യൻസിനൊക്കെ ഈ ഹൈറ്റ് ഒക്കെ ഒന്ന് ബെഡിന്റെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് വെക്കും അല്ലെ. സോ അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് ഐഡന്റിഫൈ സെൽഫ്. ഇനി ഐഡന്റിഫൈ സെൽഫ് എന്ന് വെച്ചാൽ എന്താണ്? സ്വയം തിരിച്ചറിയുക. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നേഴ്സ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വെൽക്കം ദ പേഷ്യന്റ് ആൻഡ് ഹിസ് ഫാമിലി വിത്ത് എ വാം അപ്രോച്ച്. അതായത് പേഷ്യന്റിനെയും പേഷ്യന്റിന്റെ ഫാമിലിയെയും ഒരു വാം അപ്രോച്ചിൽ, എന്താ വാം അപ്രോച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ട് അല്ലെ, ഒരു സ്നേഹത്തോടു കൂടി ഒരു ഊഷ്മളമായിട്ടുള്ള രീതിയിലായിരിക്കണം പേഷ്യന്റിനെയും പേഷ്യന്റിന്റെ ഫാമിലിയെയും വെൽക്കം ചെയ്യുവാൻ. Then second one, make the patient comfortable in bed and provide him with hospital. എന്താണ് പറയുന്നത്? പേഷ്യന്റ് കംഫോർട്ടബിൾ ഇൻ ബെഡ്. പേഷ്യന്റ് ബെഡിൽ കംഫോർട്ടബിൾ ആണോ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബെഡ് ഒക്കെയാണോ നൽകിയിരിക്കുന്നത്? കംഫോർട്ടബിൾ ആണോ? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെഡ് ആണോ കൊടുത്തിരിക്കുന്നത്? ദെൻ ബെഡ്ഷീറ്റോ പില്ലോ കവറൊക്കെ ഉണ്ടോ? കംഫോർട്ട് ആണോ എന്ന് എന്ത് ചെയ്യുക? ഉറപ്പ് വരുത്തുക. Then provide him with the hospital. ഇനി അവർക്ക് എന്തെങ്കിലും കംഫോർട്ടബിൾ അല്ല എങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ളത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. With the hospital clothes and ensure adequate privacy. കണ്ടോ, അവർക്ക് ഹോസ്പിറ്റലിലെ ക്ലോത്ത്സും അതായത് നമ്മുടെ ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ ഉണ്ടല്ലോ, അത് ഇല്ലായെങ്കിൽ എന്ത് ചെയ്യുക?
ഈ ക്ലോത്ത്സും അതോടൊപ്പം തന്നെ മറ്റ് adequate പ്രൈവസി, അവർക്കൊരു പ്രൈവസി ഉറപ്പുവരുത്തുക പേഷ്യന്റിന്. ഓക്കെ, then lessen anxiety or fear, അവരെ പേടി അല്ലെങ്കിൽ അവരുടെ ഭയം കുറയ്ക്കുക എന്ന്. അതായത് ഇപ്പൊ നഴ്സസ്, നമുക്കറിയാം നഴ്സുമാരെ നമ്മളോട് വന്ന് പറയാണ് അല്ലെ, ഇപ്പൊ ഓക്കെ ആകും, ചിലപ്പോ 5 days ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഒക്കെ കഴിയുമ്പോൾ നോർമൽ ആകും, ഓക്കെ ആകും കേട്ടോ എന്നൊക്കെ നമ്മളോട് വന്ന് പറയാണ് അല്ലെ. പേഷ്യൻസിനോട് വന്ന് പറയുമ്പോൾ പേഷ്യൻസിന്റെ സ്വാഭാവികമായിട്ടും ഒരു ആൻസൈറ്റി, പേടിയൊക്കെ കുറയ്ക്കാനും സഹായിക്കുന്നു. ഓക്കെ, അപ്പൊ ലെസൺ ആൻസൈറ്റി, അതായത് കുറച്ച് അവരോട് നല്ലൊരു നല്ല രീതിയിലൊക്കെ ബിഹേവ് ചെയ്ത് അവരുടെ പേടി, അവരുടെ ഭയത്തെ കുറയ്ക്കുക. ഓക്കെ, ഇതാണ് ഐഡന്റിഫൈ സെൽഫിൽ പറയുന്നത് 3 കാര്യങ്ങൾ. ക്ലിയർ ആണോ? 3 ഐഡന്റിഫൈ സെൽഫ്. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാലോ. നെക്സ്റ്റ് വൺ ഓറിയന്റ് പേഷ്യന്റ്. ഓറിയന്റ് എന്ന് വെച്ചാൽ ഒന്ന് ക്രമപ്പെടുത്തുക എന്ന്. പല കാര്യങ്ങളും, അതായത് ഹോസ്പിറ്റലിലെ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ക്രമപ്പെടുത്തുക. നോക്കാം, ലൊക്കേഷൻ ഓഫ് നഴ്സസ് സ്റ്റേഷൻ. നഴ്സസ് സ്റ്റേഷൻ ഉണ്ടായിരിക്കുമല്ലോ, അതിന്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് ആയിരിക്കണം. എന്താ നഴ്സസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ? നഴ്സസ് സ്റ്റേഷൻ ആ പേരിൽ തന്നെയുണ്ടല്ലോ. എന്താ നഴ്സസ് സ്റ്റേഷൻ? അതായത് നഴ്സുമാർ ഇരിക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അവരുടെ എക്യുപ്മെന്റ്സുകളും അല്ലെങ്കിൽ അല്ലെ അവരുടെ നഴ്സസ് റൂം, റെക്കോർഡും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന നഴ്സസ് ഏരിയ. ദെൻ റൂം ബൗണ്ടറീസ്, അതായത് റൂമുകള് ബൗണ്ടറി ആയിട്ടൊക്കെ തിരിച്ചിട്ടുണ്ടാവും. ഇപ്പൊ വാർഡാണെങ്കിലും അത് ഓരോ ബൗണ്ടറി പോലെ ചെറിയ രീതിയിലൊക്കെ തിരിച്ചിട്ടുണ്ടാവും. അതാണ് റൂം ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ദെൻ ക്ലോത്ത് സ്റ്റോറേജ്, അതായത് ക്ലോത്തുകൾ വെക്കാനായിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ. അതായത് എന്താണ്, നമ്മൾ പറഞ്ഞു ഇപ്പൊ പില്ലോ കവറോ ബെഡ്ഷീറ്റോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെക്കുന്ന ഒരു ക്ലോത്ത് സ്റ്റോറേജ്. കോൾ ലൈറ്റ്, എന്താ കോൾ ലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൾ ലൈറ്റ്, അതായത് മാസ്റ്റർ ലൈറ്റ് പോലെയൊക്കെ നമ്മളുടെ വീടുകളിലൊക്കെ ഉണ്ടാവില്ലേ മാസ്റ്റർ ലൈറ്റുകൾ, അറിയോ? വീടുകളിലൊക്കെ ഇല്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു സ്വിച്ച് ഇട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഫുള്ള് സ്വിച്ച് ഓൺ, മീൻസ് ബൾബൊക്കെ കത്താൻ വേണ്ടിയിട്ട് നമ്മൾ മാസ്റ്റർ ലൈറ്റ് പോലത്തെ സെറ്റിംഗ്സുകളില്ലേ, അങ്ങനെയുള്ള കോൾ ലൈറ്റ് സെറ്റിംഗ്സുകൾ ഹോസ്പിറ്റലില് എമർജൻസി ആയിട്ട് വരുന്ന ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ലൈറ്റുകളെ പറ്റും. ബെഡ് കൺട്രോൾസ്. ബെഡ് കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ബെഡ് കൺട്രോൾസ് അതായത് ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇപ്പൊ വാർഡിനുള്ളിലേക്ക് കൃത്യമായിട്ടുള്ള ബെഡ് അവൈലബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബെഡുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെഡുകൾ. ദെൻ ലൈറ്റ് സ്വിച്ചസ്, എമർജൻസി സ്വിച്ചസ് ഒക്കെ ഉണ്ടാവും ഹോസ്പിറ്റലിൽ, കണ്ടിട്ടില്ലേ? പെട്ടെന്ന് നമുക്ക് വിളിക്കാനൊക്കെ ആയിട്ടെ നഴ്സസിനൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് എമർജൻസി സ്വിച്ചുകൾ റൂമിലേക്ക് ഉണ്ടാകും. ഉണ്ടോ? ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതൊക്കെ? എമർജൻസി സ്വിച്ച് കണ്ടിട്ടുണ്ടോ? എമർജൻസി സ്വിച്ചുകൾ അല്ലെ, നമുക്ക് പെട്ടെന്ന് തന്നെ പോയി വിളിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ആ ബട്ടൺ നമുക്ക് ആ സ്വിച്ച് അമർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ റിങ് ചെയ്യും അല്ലെ, ബെല്ലടിക്കുന്ന ടൈപ്പ് സ്വിച്ചസുകൾ. ദെൻ ടെലിഫോൺ പോളിസി, ചില ഹോസ്പിറ്റലുകളിൽ റൂമുകളിലൊക്കെ ആണെങ്കിൽ ടെലിഫോണുകൾ ഉണ്ടാകും അല്ലെ, ടെലിഫോൺ മീൻസ് ലാൻഡ് ഫോൺ ഉണ്ടാകും. നമുക്ക് അത്യാവശ്യം നഴ്സുമാരെ വിളിക്കാനും മറ്റുമൊക്കെ ആയിട്ട് ലാൻഡ് ഫോൺ ഫെസിലിറ്റി ഉണ്ട്. TV കൺട്രോൾസ് അല്ലെ, അതോടൊപ്പം തന്നെ TV ഉണ്ട്. ചില മൾട്ടി ലെവലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു റൂമുകളിലൊക്കെ സെപ്പറേറ്റ് TV ഒക്കെ ഉണ്ടാകാം അല്ലെ. മീൽ ടൈംസ്, പേഷ്യൻസിനും മറ്റും കറക്റ്റ് ഫുഡിന്റെ ഒരു മീൽ ടൈംസ്. വിസിറ്റിംഗ് അവേഴ്സ് അല്ലെ, പേഷ്യൻസിന്റെ വിസിറ്റിംഗ് അവേഴ്സ്, എപ്പോഴാണ് വിസിറ്റ് ചെയ്യേണ്ട ടൈമുകളും മറ്റും അലൗഡ് ചെയ്യുന്നത്. ഡയറ്റ്, ചില പേഷ്യൻസിന് ഡയറ്റ് ഉണ്ടാകും, എല്ലാ ഫുഡും അങ്ങനെ കഴിക്കാം. ഇപ്പൊ ഡയബറ്റീസ് പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ ഡയറ്റ് ചാർട്ട് ഒക്കെ ഉണ്ട് അല്ലെ, ഡയറ്റ്. സേഫ്റ്റി മെഷേഴ്സ്, സൈഡ് റെയിൽസ്. എന്താ സൈഡ് റെയിൽസ്? സൈഡ് റെയിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, അറിയാം നമ്മൾക്ക് ചിലപ്പോ. എന്താണ് സൈഡ് റെയിൽസ് എന്ന് പറഞ്ഞാല്? കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഹോസ്പിറ്റലിലെ സൈഡ് റെയിൽസ് എന്ന് പറഞ്ഞാല് ആർക്കും ഒരു ഐഡിയ ഇല്ല. സൈഡ് റെയിൽസ് ഒരു ഐഡിയ ഇല്ല. പിടിച്ച് നടക്കാനാണ്. നോക്കി, ഇവിടെ സൈഡ് റെയിൽസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ നമ്മളെ ബെഡിലൊക്കെ ഹാൻഡ് റെയിൽ തന്നെയാണ് ഏകദേശം കേട്ടോ. നമ്മൾ പിടിച്ചു നടക്കാൻ, അതുപോലെ കട്ടിലൊക്കെ നമ്മൾ വെക്കില്ലേ, അതായത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ലേ ഒരു ഗ്രില്ല് പോലത്തെ തന്നെ സംഭവം. വീഴാതിരിക്കാനായിട്ട് നമ്മൾ കട്ടിലില് സേഫ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ വെക്കുന്നത്. ഓക്കെ, അതാണ് സൈഡ് റെയിൽ എന്ന് പറഞ്ഞാൽ. താഴേക്ക് തിരിയുമ്പോഴൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന ഒരു സേഫ്റ്റി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വെക്കുന്നതാണ്. ഓക്കെ, ദെൻ
ടൈം ഫോർ ഡോക്ടേഴ്സ് വിസിറ്റ്, ഡോക്ടേഴ്സിന്റെ വിസിറ്റിന്റെ ടൈം. വാട്ട് ടെസ്റ്റ് ആർ ഷെഡ്യൂൾഡ്, അതായത് എന്തൊക്കെയാണ് ആ ഒരു പേഷ്യന്റിന് ഷെഡ്യൂൾ ചെയ്യുന്ന ടെസ്റ്റുകൾ. ഇത്രയുമാണ് ഓറിയന്റ് പേഷ്യൻസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ജസ്റ്റ് പോയിന്റുകളാണ് കേട്ടോ. അത് ആ പോയിന്റുകൾ പോലെ തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. ഐഡന്റിഫൈ സെൽഫ്, ദെൻ ഓറിയന്റ് പേഷ്യൻസ്. ദെൻ നാലാമത്തെ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത് ഗ്യാദർ ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു, മറ്റ് ഇൻഫോർമേഷൻസുകൾ എന്തെല്ലാമാണ് കളക്ട് ചെയ്യേണ്ടത്. മെഡിക്കൽ ഓർഡേഴ്സ് അല്ലെ, അതായത് മെഡിക്കൽ ഡോക്ടർ നൽകുന്ന ഓർഡറുകൾ ചെയ്യുക. ദെൻ ട്രീറ്റ്മെന്റ്, പേഷ്യൻസിന് വേണ്ടിയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യണം. ദെൻ ലാബ് റിസൾട്ട്, ടെസ്റ്റ്, മറ്റ് ടെസ്റ്റുകൾ, ഇപ്പോ എക്സ്റേ, ECG അങ്ങനെ തുടങ്ങിയ ടെസ്റ്റുകൾ. ദെൻ ഡയറ്റ്, ഡയബറ്റിക് പേഷ്യൻസിലേക്ക് ആണെങ്കിൽ ഡയറ്റ് ചാർട്ട് ഒക്കെ ഫോളോ ചെയ്യുന്നതായിട്ട് വരും. ദെൻ ആക്ടിവിറ്റി, മറ്റ് പ്രവർത്തനങ്ങൾ. ഇത്രയുമാണ് ഗ്യാദർ ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു വരുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ നിങ്ങൾ. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നേഴ്സ്. അപ്പൊ മെയിൻ ആയിട്ട് 4 റെസ്പോൺസിബിലിറ്റീസ് ആണ്. അപ്പൊ പഠിക്കുമ്പോൾ 4 പോയിന്റ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. ദെൻ ഓരോ പോയിന്റിന്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ മെയിൻ ആയിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ റൂം, ഐഡന്റിഫൈ സെൽഫ്, ഓറിയന്റ് പേഷ്യന്റ്, ദെൻ ഗ്യാദർ ഇൻഫോർമേഷൻ റിലേറ്റഡ്. ഇത്രയും 4 റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഇനി ഓരോ റെസ്പോൺസിബിലിറ്റിയുടെ ഉള്ളിൽ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ കുറച്ചും കൂടി പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞത്. ടോട്ടൽ ആയിട്ടൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നേഴ്സ്. നാല് പോയിന്റ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അതിന്റെ ഉള്ളിലുള്ളത് നിങ്ങൾ വായിച്ച് എന്തൊക്കെയാണ് ഒരു ഐഡന്റിഫൈ സെൽഫ് അല്ലെങ്കിൽ ഓറിയന്റ് പേഷ്യന്റ് അതിനുള്ള വരുന്ന കാര്യങ്ങളാണ് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. മെയിൻ ആയിട്ട് ആ 4 പോയിന്റുകൾ പഠിച്ചു വെക്കുക. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, വായിച്ചിട്ട് ക്ലിയർ ആണോ റെസ്പോൺസിബിലിറ്റീസ്? ഓക്കെ, നെക്സ്റ്റ് നോക്കാലോ. നെക്സ്റ്റ് വൺ, പ്രിലിമിനറി ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ്. പേഷ്യന്റിന് നമ്മൾ പ്രിലിമിനറി ഒബ്സർവേഷൻ ചെയ്യുന്നതാണ്. പ്രിലിമിനറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റിൽ നമ്മളൊരു ഒബ്സർവേഷൻ ചെയ്യുന്നതാണ്. അതായത് ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു ഒബ്സർവേഷൻ, ഒരു പേഷ്യന്റിനെ നമ്മൾ നിരീക്ഷിക്കുകയാണ്. നോക്കാം. The first few moments with a patient facial expression will denote his emotional reaction and presence of pain and fatigue. എന്താണ് പറയുന്നത്? ഫസ്റ്റ് ഫ്യൂ മൊമെന്റ്സ് അല്ലെ, ഒരു പേഷ്യന്റിന് നമ്മൾ ഒരു ഫസ്റ്റ് ഒരു ഫ്യൂ മൊമെന്റ്സിൽ ഒരു കുറച്ചു നേരം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പേഷ്യന്റിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ അല്ലെ, നമുക്കറിയാലോ ഒരു വ്യക്തിയുടെ മുഖത്ത് നിന്ന് മുഖഭാവങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അല്ലെ. ഇപ്പൊ നമ്മള് എക്സാമ്പിൾ പറയണമെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അടുത്തിടപെടുന്ന ഒരു വ്യക്തി നിങ്ങൾ ഫ്രണ്ട് ആയിക്കൊള്ളട്ടെ, അപ്പോ പെട്ടെന്ന് ആള് ഫേസ് ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കാറില്ലേ എന്ത് പറ്റി? നമുക്ക് ആ ഫേസിൽ നമുക്ക് പെട്ടെന്ന് എടുത്തറിയാൻ പറ്റും അല്ലെ? പറ്റുമോ?
പറ്റില്ലേ അങ്ങനെ? നമുക്ക് പെട്ടെന്ന് ഭയങ്കര ഗ്ലൂമി ആയിട്ട് ഒരാൾ ഇരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളോട് ഏറ്റവും അടുത്ത് ഇടപെടുന്ന ഒരു വ്യക്തിയാകുമ്പോൾ നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അല്ലെ? എന്ത് പറ്റി, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കും അല്ലെ? ഇവിടെ പറയുന്നത് ഫസ്റ്റ് ഫ്യൂ മൊമെന്റ്സ് അല്ലെ, ഒരു കുറച്ച് ടൈം നമ്മള് പേഷ്യൻസിന്റെ ഫേസിൽ നോക്കുമ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷൻ വിൽ ഡിനോട്ട് ദിസ് ഇമോഷണൽ റിയാക്ഷൻ അല്ലെ? അത് പേഷ്യന്റിന്റേതല്ല, എല്ലാവരുടെയും നമുക്ക് ഫേഷ്യലിൽ നിന്ന് ഇമോഷൻസ് അറിയാൻ സാധിക്കും. ആൻഡ് പ്രസൻസ് ഓഫ് പെയിൻ ആൻഡ് ഫാറ്റിക്. ഫാറ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷീണം അല്ലെ? ആ പേഷ്യൻസിന് എത്രത്തോളം പെയിൻ ഉണ്ട് അല്ലെങ്കിൽ ക്ഷീണം ഉണ്ടെന്ന് നമുക്ക് ആ പേഷ്യന്റിന്റെ ഫേസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷനിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മള് ഡോക്ടറെ കാണാനായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്ത് കുറെ പേഷ്യൻസ് ഇരിക്കുന്നുണ്ടാകും അല്ലേ? അപ്പൊ ചിലപ്പോൾ ഭയങ്കര തീരെ വയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവര് അവിടെ ഇരിക്കുന്ന ഒരു ബെഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ കിടക്കും ചില പേഷ്യൻസ് അല്ലെ? ഒട്ടും തീരെ പറ്റാണ്ടാകുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും അല്ലെ? അപ്പൊ അവരുടെ ആ ഒരു ഫേസ് എക്സ്പ്രഷനിൽ തന്നെ നമുക്കത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റും. ആൾക്ക് ഭയങ്കര പെയിൻ ഉണ്ട് അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമുണ്ട്, ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? Then second one, any discoloration of skin such as jaundice, cyanosis, facial paralysis should be noted. അതോടൊപ്പം തന്നെ any discoloration of skin underline ചെയ്യാട്ടോ ടെക്സ്റ്റില. ഡിസ്ക്ലറേഷൻ ഓഫ് സ്കിന്ന് ചില അസുഖങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. അതിന് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഡിസ്ക്ലറേഷൻ ഓഫ് സ്കിന്നിന് എക്സാമ്പിള് ജോണ്ടിസ്, സിയാനോസിസ്, then facial paralysis. അണ്ടർലൈൻ ചെയ്തോ? ടെക്സ്റ്റിൽ ആ 3 പേരുകൾ അണ്ടർലൈൻ ചെയ്യാട്ടോ. ഡിസ്ക്ലറേഷൻ ഓഫ് സ്കിൻ ആണ് ഈ 3 എക്സാമിന് ചോദിക്കാറുണ്ട്. ജോണ്ടിസ്, എന്താ ജോണ്ടിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോണ്ടിസ് കേട്ടിട്ടുണ്ടോ? ജോണ്ടിസ് ആർക്കും അറിയില്ലേ കൂട്ടത്തിലാ? മഞ്ഞപ്പിത്തം. മഞ്ഞപ്പിത്തം വന്നാൽ തിരിച്ചറിയാൻ പറ്റുമോ? എങ്ങനെയാ തിരിച്ചറിയുന്നത്? നമ്മള് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് എങ്ങനെയാ തിരിച്ചറിയുന്നത് ഒരു മഞ്ഞപ്പിത്തം ഉള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ? കണ്ണില് നോക്കി അറിയാൻ പറ്റും. കണ്ണില് മാത്രമാണോ? ഫുള്ളായിട്ടൊരു മഞ്ഞപ്പ് തോന്നും അല്ലെ? കണ്ണിനൊക്കെ ഭയങ്കര മഞ്ഞ നിറം തോന്നും. ദെൻ സ്കിന്നിനും ഒരു ടോട്ടലായിട്ട് നെയിൽസ് അല്ലെങ്കിൽ സ്കിന്ന് ഫുള്ളായിട്ട് ഒരു യെല്ലോ കളർ തോന്നും അല്ലെ? അപ്പൊ നമുക്ക് ഒറ്റ നോട്ടത്തില് ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ ഈ വ്യക്തിക്ക് മഞ്ഞപ്പിത്തമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? സെക്കൻഡ് വൺ സിയാനോസിസ്. സിയാനോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ കേട്ടിട്ടുണ്ടോ? സിയാനോസിസ് സിയാനോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ നമ്മൾ പാമ്പ് കടി കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾ ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ? ഭയങ്കര ബ്ലൂ ഷെയ്ഡ് ആയി പോണത്, ഒരു നീലമയായി പോകും അല്ലെ? ഫുൾ ബോഡി അങ്ങോട്ട് നീല നിറമായി മാറും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓക്കെ, എന്തുകൊണ്ടാണ് ആ നീല നിറമായി മാറുന്നത്? നമ്മുടെ ശരീരത്തിനുള്ളിൽ വിഷാംശം ചെന്നിട്ടാണ് അല്ലെ? അപ്പോ പാമ്പ് എക്സാമ്പിൾ പറഞ്ഞാണ് പഠിച്ചത്. മറ്റു നമ്മുടെ ശരീരത്തില് വിഷാംശം കലരുമ്പോൾ സ്കിന്നില് ബ്ലൂ ഷെയ്ഡ് വരുന്നതിനെയാണ് നമ്മള് സിയാനോസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? പുതിയൊരു അറിവാണ് കേട്ടോ, ഓർത്തിരിക്കുക. സിയാനോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിയിൽ എന്തെങ്കിലും വിഷാംശം കലരുമ്പോൾ, വിഷാംശം ചെല്ലുമ്പോൾ ബോഡി സ്കിന്നില് നമ്മൾ ഒരു ബ്ലൂവിഷ് കളറായി മാറുന്നു. ഓക്കെ, അതാണ് സിയാനോസിസ് എന്ന് പറയുന്നത്. അതും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. എല്ലാവർക്കും നമ്മുടെ ഫിലിമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഭയങ്കരമായിട്ട് ആള് നീല നിറമായിട്ട് മാറും അല്ലെ? ഫുൾ ബോഡി ചിലപ്പോ നീല നിറമായിട്ടൊക്കെ മാറാറുണ്ട്. എന്തുകൊണ്ടാണ്? വിഷാംശം ഉള്ളിൽ ചെന്നിട്ട്. അപ്പൊ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും അല്ലെ? മൂന്നാമതായിട്ട് പറയുന്നത് ഫേഷ്യൽ പാരലിസിസ്. എന്താ ഫേഷ്യൽ പാരലിസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേഷ്യൽ പാരലിസിസ് അതായത് നമ്മുടെ ഫേസിലുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടുള്ള ഫേസില് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ പ്രോബ്ലം ആണത്. അതായത് ചിലവർക്ക് ഒരു സൈഡിലോട്ട് ഓടിപ്പോവുക എന്ന് പറയും, സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സൈഡിലോട്ട് ആയി പോവുക അല്ലെ? അതായത് നമ്മുടെ ഫേസിലുള്ള വിളറൽ എന്നാണോ? വിളറൽ എന്നല്ല, ഫേസിൽ ഓടിപ്പോവുക എന്നൊക്കെ പറയില്ലേ നമ്മള്? ഓക്കെ, അതായത് മസിൽസ്, അപ്പൊ നമ്മളുടെ മൗത്തിലൊക്കെ നമ്മുടെ ചിക്കിലൊക്കെ ഉള്ള മസിൽസിന്റെ നെർവേഴ്സിന്റെ ഡാമേജ് സംഭവിക്കുമ്പോഴാണ് നമുക്ക് ചിരിക്കാനോ അങ്ങനെയൊന്നും പറ്റാത്തൊരവസ്ഥ വരിക. ഓക്കെ, അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഒരു സൈഡിലോട്ടൊക്കെ ആയി പോകുന്നത്. ഇതാണ് ഫേഷ്യൽ പാരലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, തളരൽ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഒരു സൈഡിലേക്കൊക്കെ നമ്മുടെ മസിൽസ് നെർവേഴ്സിന്റെ ഡാമേജ് ആണ് ഫേഷ്യൽ പാരലിസിസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതും നമുക്ക് ഒരു വ്യക്തി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സൈഡിലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഈ 3 ഡിസ്ക്ലറേഷൻ ഓഫ് സ്കിന്നില ഉദ്ദേശിക്കുന്നത് ജോണ്ടിസ്, സിയാനോസിസ്, ഫേഷ്യൽ പാരലിസിസ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ എല്ലാവരും 3 ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്ത് പോകാം കേട്ടോ വായിക്കുമ്പോ. അപ്പോ
further observation can be made giving care to the client. So then further ബാക്കി ഒബ്സർവേഷൻസിലൂടെയാണ് നമ്മൾ ക്ലയന്റിന് ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും നൽകുന്നത്. ഓക്കെ, അപ്പൊ പ്രിലിമിനറി ഒബ്സർവേഷൻസിൽ പറയുന്ന കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളാണ്. പേഷ്യൻസിന്റെ ഫേസിൽ നിന്ന് നമുക്ക് പേഷ്യൻസിന്റെ ഇമോഷൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പേഷ്യൻസിന്റെ പെയിനും അതോടൊപ്പം തന്നെ ക്ഷീണം അല്ലെ, ഇവയും നമുക്ക് മനസ്സിലാക്കാം. ഡിസ്ക്ലറേഷൻ ഓഫ് സ്കിൻ, ജോണ്ടിസ്, സിയാനോസിസ്, ഫേഷ്യൽ പാരലിസിസ്, ഇതെല്ലാം നമുക്ക് പേഷ്യന്റിന്റെ ആ ഒരു ഫേസിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ചാർട്ടിങ്. ഓക്കെ, പേഷ്യൻസിന്റെ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ചാർട്ടിങ് ചെയ്യുമല്ലോ. അപ്പോ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിട്ട് ആ ഹോസ്പിറ്റലിൽ ചാർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ? ചാർട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് ശേഖരിക്കില്ലേ, റെക്കോർഡ് ചെയ്യില്ലേ, ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, റെക്കോർഡ് ഓൾ ബേസിക് ഇൻഫോർമേഷൻ ഇൻ ദ പേഷ്യന്റ് റെക്കോർഡ്. ഒരു പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള ബേസിക് ഇൻഫോർമേഷൻ, അതായത് അവരുടെ പേര്, ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം റെക്കോർഡ് പേഷ്യന്റിന്റെ റെക്കോർഡിൽ രേഖപ്പെടുത്തുക. ക്ലിയർലി മെൻഷൻ, എന്തൊക്കെയാണ് ബേസിക് ഇൻഫോർമേഷൻസ് എന്നാണ് പറയുന്നത്. ക്ലിയർലി മെൻഷൻ അഡ്മിഷൻ ഡേറ്റ്, ടൈം, പേഷ്യന്റ് ഡീറ്റെയിൽ, കംപ്ലൈന്റ്സ് ഓഫ് ദ ക്ലയന്റ്, എനി അലർജീസ് ആൻഡ് പേഷ്യന്റ് മെന്റൽ സ്റ്റാറ്റസ്. ഓക്കെ, പേഷ്യന്റിന്റെ അഡ്മിറ്റ് ചെയ്ത ഡേറ്റ്, ടൈം, ദെൻ പേഷ്യന്റിന്റെ മറ്റു ഡീറ്റെയിൽസ്, പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ, then complaints of clients. ഇനി എന്തെങ്കിലും കംപ്ലൈന്റ് ആ പേഷ്യന്റിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കംപ്ലൈന്റ്, then any അലർജി, ഇപ്പൊ മെഡിസിൻസിനും മറ്റും അലർജിയുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക. അതോടൊപ്പം തന്നെ മെന്റൽ സ്റ്റാറ്റസ്, ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണോ പേഷ്യൻസിന്റെ കണ്ടീഷൻ എഴുതിയിരിക്കണം. then മൂന്നാമതായിട്ട് പറയുന്നത് റെക്കോർഡ് ഇൻ അഡ്മിഷൻ രജിസ്റ്റർ. അഡ്മിഷൻ രജിസ്റ്ററിലെ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസുകൾ രജിസ്റ്റർ ചെയ്യുക. ട്രീറ്റ്മെന്റ് ബുക്കിലും എഴുതിയിരിക്കുക. റിപ്പോർട്ട് ബുക്ക്, അതോടൊപ്പം തന്നെ റിപ്പോർട്ട് ബുക്കിലും. മെഡിക്കൽ ലീഗൽ കേസ്, MLC രജിസ്റ്റർ, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, MLC മെഡിക്കൽ ലീഗൽ രജിസ്റ്റർ. അപ്ഡേറ്റ് വാർഡ് സെൻസ് ആൻഡ് നഴ്സസ് നോട്ട്. ഇപ്പൊ വാർഡിലാണ് അഡ്മിറ്റ് ചെയ്തതെങ്കിൽ ആ വാർഡിന്റെ ഒരു രജിസ്റ്റർ ഉണ്ടാകും, വാർഡ് സെൻസ് അല്ലെ. അപ്പൊ ആ വാർഡിന്റെ രജിസ്റ്ററിലും അതോടൊപ്പം തന്നെ നഴ്സസ് നോട്ട്സിൽ, നഴ്സസ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഓരോ പേഷ്യൻസിന്റെ വിവരങ്ങളൊക്കെ നഴ്സസ് നോട്ട്സിൽ കൃത്യമായിട്ടും എഴുതിയിട്ടുണ്ടാകും. അപ്പൊ ഈ പേഷ്യന്റ് അഡ്മിറ്റ് ആക്കുമ്പോൾ ആ പേഷ്യൻസിന്റെ വിവരങ്ങളും നഴ്സസ് നോട്ട്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ഫിസിക്കൽ അസസ്മെന്റ് ബൈ റിവ്യൂവിംഗ് സിസ്റ്റം. ഫിസിക്കൽ അസസ്മെന്റ്, അതായത് ആ ഒരു പേഷ്യന്റിന്റെ ശാരീരികമായിട്ടുള്ള വിലയിരുത്തൽ രേഖപ്പെടുത്തുക. അതായത് വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ടെമ്പറേച്ചറും മറ്റു കാര്യങ്ങളും, അല്ലെങ്കിൽ ഇപ്പൊ എത്രത്തോളം ഉണ്ട് പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും. പേഷ്യന്റ് കംഫോർട്ട് ആണോ എന്ന് രേഖപ്പെടുത്തുക. അതായത് ആ പേഷ്യൻസിനോട് ചോദിക്കണം, എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റികളോ ഒക്കെ ആണോ, നിങ്ങൾ അതിൽ കംഫോർട്ടബിൾ ആണോ എന്നുള്ള പേഷ്യൻസിന്റെ കംഫോർട്ട്. കളക്ട് ഇൻഫോർമേഷൻ ഫോർ ഡാറ്റാബേസിന് വേണ്ടിയിട്ട്, മീൻസ് പേഷ്യന്റിന്റെ ഡാറ്റ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പേഷ്യന്റിൽ നിന്ന് ഇൻഫോർമേഷൻസുകൾ കളക്ട് ചെയ്യുക. ലാസ്റ്റ് വൺ, ഒബ്റ്റെയിൻ ഫിസിഷ്യൻ ഓർഡർ ഫോർ ലാബ് ടെസ്റ്റ്, മെഡിക്കൽ ആക്ടിവിറ്റി അല്ലെ, ആരോഗ്യ പ്രവർത്തനങ്ങൾക്കും ടെസ്റ്റുകൾ ചെയ്യാനും പിന്നെ ലബോറട്ടറി ടെസ്റ്റുകൾക്കുമായിട്ട് ഫിസിഷ്യന്റെ ഓർഡർ തേടുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ചാർട്ടിങ്ങിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ക്ലിയർ ആണോ എല്ലാ പോയിന്റ്സും? ഓക്കെ ആണോ? പോയിന്റുകളാണ്, ഇതെല്ലാം പോയിന്റുകളാണ് കേട്ടോ. ജസ്റ്റ് ഓക്കെ ആണോ? പോയിന്റ് ചാർട്ടിങ് ഒന്ന് വായിച്ചു നോക്കി, നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. പ്രിലിമിനറി ഒബ്സർവേഷനും വായിക്കുക, ചാർട്ടിങ്ങും വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓരോ അർത്ഥ മീനിങ് മനസ്സിലാക്കി വായിച്ചു പോകുക കേട്ടോ. മീനിങ് വായിക്കുമ്പോൾ നമുക്കത് സിമ്പിൾ ആയിരിക്കും കേട്ടോ. പ്രിലിമിനറി ഒബ്സർവേഷനും ദെൻ ചാർട്ടിങ്ങും. ഏതെങ്കിലും പോയിന്റ് ക്ലിയർ ആയില്ല, മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം.
MLC മെഡിക്കൽ ലീഗൽ കേസ് നോക്കി വെക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? ചാർട്ടിങ്ങും then preliminary observation of patient. ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവരും? ഇത് പറ്റി ചോദിക്കുന്നത് റെസ്പോണ്ട് ചെയ്യാട്ടോ. നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ചോദിക്കുക കേട്ടോ. ചാർട്ടിങ് വരെ വായിച്ചു അല്ലെ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നോക്കാം. അടുത്ത പോയിന്റ് ആണ്. ഇപ്പൊ നമ്മൾ ചാർട്ടിങ് എന്നുള്ള ഒരു പോയിന്റ് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വരുന്ന പോയിന്റ് follow orders by consultant. Okay, follow orders by consultant. If any tests are prescribed by the doctor, the nurse must make arrangement to carry out other procedures prescribed by the doctor if any. അപ്പോൾ പേഷ്യന്റിനെ ഡോക്ടർ നോക്കി ടെസ്റ്റുകളൊക്കെ ചെയ്തു, അതിന് പേഷ്യന്റിനെ ഡോക്ടർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തതിനു ശേഷം if any tests are prescribed by doctor, പേഷ്യന്റിന് ചിലപ്പോൾ കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യാനായിട്ട് പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്തു ഡോക്ടർ. ശേഷം നേഴ്സ് എന്ത് ചെയ്യുക? മസ്റ്റ് മേക്ക് അറേഞ്ച്മെന്റ്സ് ടു ക്യാരി ഔട്ട്, ആ ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് പേഷ്യൻസിന് ചെയ്ത് കൊടുക്കുക. then other procedures prescribed by doctor, അതായത് മറ്റേതെങ്കിലും പ്രൊസീജിയർ, ഇഞ്ചക്ഷൻ എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേഴ്സ് എന്ത് ചെയ്യുക? പേഷ്യന്റിന് അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഉള്ള ഒരു അസിസ്റ്റ് ആയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, then നെക്സ്റ്റ് പോയിന്റ് നോക്കുക. കെയർ ഓഫ് വാല്യുവബിൾ ആൻഡ് ക്ലോത്തിങ്. കെയർ ഓഫ് valuables and clothing. If a patient is wearing hospital dress, the patient clothes should be hand over the relatives. നമുക്കറിയാം, ഇപ്പോ പേഷ്യന്റ് ഹോസ്പിറ്റലിന്റെ ഡ്രസ് ആണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ സർജറി ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നോർമൽ ഡ്രസ് ഇട്ടിട്ടാണോ തിയേറ്ററിന്റെ ഉള്ളിൽ കയറുന്നത്? ആണോ? ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ സർജറി ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ നോർമൽ ഡ്രസ് ഇട്ടുകൊണ്ടാണോ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നത്? അല്ല, അല്ലെ? എങ്ങനെയാണ്? അവിടെ നിന്ന് അവര് ഒരു ഡ്രസ് പ്രൊവൈഡ് ചെയ്യും, ഒരു ട്രാൻസ്പെറൻസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡ്രസ് ആയിരിക്കും നമുക്ക് ധരിക്കാൻ വേണ്ടി തരുന്നത്. സോ അങ്ങനെ നമ്മളൊരു സർജറിക്കൊക്കെ കയറുമ്പോൾ ഇപ്പൊ ഹോസ്പിറ്റൽ ഡ്രസ് ആണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ പേഷ്യന്റ് ഓൾറെഡി ധരിച്ചിരുന്ന ഡ്രസ്സ് എന്ത് ചെയ്യുക? റിലേറ്റീവ്സിന് ഹാൻഡ് ഓവർ ചെയ്യുക. പുറത്ത് ബൈസ്റ്റാൻഡർ നമ്മൾ നിൽക്കുന്നുണ്ടാകുമല്ലോ പേഷ്യന്റിന്റെ റിലേറ്റീവ്സ്. സോ അവർക്ക് എന്ത് ചെയ്യുക? ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുക. Then, in case of absence of relatives, clothing is numbered, labeled and kept in store until such time it is handed over to relatives. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ ഡ്രസ് ആണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ പേഷ്യന്റ് ഓൾറെഡി ഇട്ടിരിക്കുന്ന ഡ്രസ് പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന് കൈമാറുക. ഇൻ കേസ് ആ ഒരു ടൈമിലവിടെ റിലേറ്റീവ്സ് ഇല്ല എങ്കിൽ ഈ പേഷ്യന്റിന്റെ ക്ലോത്ത് ജസ്റ്റ് ഒന്ന് മടക്കി അതൊന്ന് നമ്പറൊക്കെ ഇട്ട് ലേബിൾ ചെയ്തിട്ട് ആ ഹോസ്പിറ്റലിന് ഒരു ഡ്രസ്സൊക്കെ വെക്കുന്ന ഒരു സ്റ്റോറിൽ തന്നെ സൂക്ഷിക്കുക. ദെൻ റിലേറ്റീവ്സ് വരുമ്പോൾ റിലേറ്റീവ്സിന് അത് കൈമാറുക, ഹാൻഡ് ഓവർ ചെയ്യുക. Then encourage the client to send jewelry, money and other valuables such as watches to home with relatives. Okay, then ഇനി ഇപ്പൊ നമ്മള് പേഷ്യന്റിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കോ മറ്റും സർജറിക്കൊക്കെ കയറ്റുമ്പോൾ പേഷ്യൻസിന് ജ്വല്ലറി അല്ലെങ്കിൽ കയ്യില മണി അല്ലെങ്കിൽ വാച്ച് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിലേറ്റീവ്സിനെ ഏൽപ്പിക്കുക. നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യമല്ലേ? സർജറിക്കൊക്കെ കയറ്റുമ്പോൾ ആഭരണങ്ങളോ മറ്റൊന്നും പാടില്ല, ഇല്ലേ? ആണോ?
ആഭരണങ്ങളൊക്കെ ധരിച്ചുകൊണ്ടാണോ സർജറിക്ക് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പേഷ്യന്റിനെ കയറ്റുന്നത്? അല്ല, അല്ലെ? അപ്പൊ ഈ ആഭരണങ്ങളൊക്കെ എല്ലാം അല്ലെങ്കിൽ കുറച്ച് വിലപിടിപ്പുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഫൈവ്സയോ അല്ലെങ്കിൽ വാച്ചോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? റിലേറ്റീവ്സിന് ഹാൻഡ് ഓവർ ചെയ്യുക. Then make him understand if he keeps something with himself, it is at his own risk. ഇനി ഇപ്പൊ ഏതെങ്കിലും പേഷ്യന്റിന്റെ കയ്യിൽ അവര് റിലേറ്റീവ്സിന് കൊടുക്കുന്നില്ല, അവരുടെ കയ്യിൽ തന്നെ ഇപ്പോ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള അതായത് ജ്വല്ലറിയും മറ്റും വെക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഉത്തരവാദിത്തമായിരിക്കുന്നത്. അത് നഷ്ടപ്പെട്ടാൽ ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തമല്ല, സ്വന്തം റിസ്ക് കൊണ്ടായിരിക്കുന്നത്. ഓക്കെ, വായിച്ചു നോക്കിയേ. Follow order by consultant, then care of valuable and clothing. 2 പോയിന്റ് വായിച്ചു നോക്കുക കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അറിയില്ലേ? ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. ഹോസ്പിറ്റലില് നമ്മളൊരു പേഷ്യന്റിനെ നമ്മൾ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകുമ്പോൾ, സർജറിക്ക് കൊണ്ടുപോകുമ്പോൾ ഇതുപോലെ ആഭരണങ്ങളൊന്നും ധരിക്കില്ല. എന്താണ് ഹോസ്പിറ്റൽ വിയറിംഗ് ഡ്രസ് നമുക്ക് നൽകും, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ, അല്ലെ? വായിച്ചു നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്ത പോയിന്റ്സ് 2 പോയിന്റുകളാണ്. ദെൻ വാല്യുബിൾ ക്ലോത്തിങ്, ദെൻ ഫോളോ ഓർഡേഴ്സ് ബൈ കൺസൾട്ടന്റ്. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ പറഞ്ഞ കാര്യങ്ങള് ഓക്കെ ആണോ? കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടത്. നെക്സ്റ്റ് വൺ, ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ ആണ് അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഇനി ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അഡ്മിഷൻ ഫ്രം ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക കേട്ടോ. സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ആണ് പറയുന്നത്. When they get confirmation that a patient has arrived with an emergency to the hospital campus, the first thing they do is given a code, ward boys and patient attendants to shift the patient from ambulance to structure. ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അല്ലെങ്കിൽ ആ അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് പേഷ്യന്റിനെ നമ്മൾ അഡ്മിഷൻ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നാണ്. ഇതൊരു ഓർഡറിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കേട്ടോ. അത് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാനായിട്ടുള്ള വഴിയാണ് പറയുന്നത്. എളുപ്പം ഒരു ഓർഡറിൽ അങ്ങോട്ട് പഠിച്ചു പോകാം. നമുക്ക് ഇന്ന് തന്നെ പഠിച്ചു നിൽക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് when they get confirmation that a patient has arrived with an emergency to the hospital campus.
അല്ലെ? അതായത് എപ്പോഴാണോ ഒരു പേഷ്യന്റ് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ ക്യാമ്പസിലോട്ട് പ്രവേശിക്കുന്ന ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഫസ്റ്റ് തിങ് ദേ ഡു ഗിവ് us കോൾ ടു വാർഡ് ബോയ്സിനെയും അതുപോലെ തന്നെ പേഷ്യന്റ് അറ്റൻഡറെയും വിവരം അറിയിക്കുക. ദെൻ പേഷ്യന്റിനെ ആംബുലൻസിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ ആ പേഷ്യന്റിനെ ആംബുലൻസിൽ നിന്നും സ്ട്രക്ചറിലേക്ക് മാറ്റുക. ആരാണ് മാറ്റുന്നത്? വാർഡ് ബോയും പേഷ്യന്റ് അറ്റൻഡറും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുക? ആംബുലൻസിൽ നിന്നും സ്ട്രക്ചറിലേക്ക് മാറ്റി പേഷ്യൻസിനെ ഡോക്ടറിന്റെ ഹോസ്പിറ്റലുകളിലേക്ക് പ്രവേശിപ്പിക്കുക. സെക്കൻഡ് വൺ, ഗിവ് എ കോൾ ടു മെഡിക്കൽ ഓഫീസർ. ദെൻ അപ്പൊ തന്നെ എന്ത് ചെയ്യുക? മെഡിക്കൽ ഓഫീസറെ വിവരം അറിയിക്കുക. ആഫ്റ്റർ ദ മെഡിക്കൽ ഓഫീസർ എക്സാമിൻ ദ പേഷ്യന്റ്. മെഡിക്കൽ ഓഫീസർ വന്നു, പേഷ്യന്റിനെ ഒന്ന് എക്സാമിൻ ചെയ്തു. എന്താണ് സംഭവം ഒന്ന് നോക്കി. They asked him to where they have to shift a patient. എങ്ങോട്ടാണ് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അതായത് ചിലപ്പോ പേഷ്യന്റ് എമർജൻസി എന്ന് പറയുമ്പോൾ അറിയാലോ, കുറച്ച് ക്രിട്ടിക്കൽ കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് ഐസിയുലോട്ടായിരിക്കും പേഷ്യന്റിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. ജനറലി ദേ ഷിഫ്റ്റ് പേഷ്യന്റ് ടു ദ ICU. ജനറലി കോമൺ ആയിട്ട് നമുക്കറിയാം എമർജൻസി എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള പേഷ്യൻസിനെ കൂടുതലായിട്ടും ICUലേക്ക് ആയിരിക്കും ഡയറക്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത്. Generally, they shifted a patient to the ICU and after the patient becomes stable, only then shift the patient to concerned ward. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ജനറലി ആയിട്ട് ചെയ്യുന്നത് ICUലേക്ക് ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. Then patient becomes stable. ചിലപ്പോ ഒരു ദിവസം ICU അല്ലെങ്കിൽ 1-2 ദിവസം ICU സഡൻ ട്രീറ്റ്മെന്റിന് ശേഷം ആള് സ്റ്റേബിൾ ആകും. Then സ്റ്റേബിൾ ആയതിനു ശേഷം എന്ത് ചെയ്യുക? പേഷ്യന്റിനെ കൺസേൺഡ് വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, 4 പോയിന്റ് ഓക്കെ ആണോ? ക്ലിയർ ആണോ? പഠിച്ചോ 4 പോയിന്റ്? ഫസ്റ്റ് എന്താണ്? ഒരു പേഷ്യന്റ് എമർജൻസി ആയിട്ട് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്നു എന്ന് കൺഫർമേഷൻ ലഭിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ഫസ്റ്റ് വൺ, വാർഡ് ബോയിനെയും അതോടൊപ്പം തന്നെ പേഷ്യന്റ് അറ്റൻഡറെയും വിവരം അറിയിക്കുക. പേഷ്യന്റിനെ ആംബുലൻസിൽ നിന്നും സ്ട്രക്ചറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ. സെക്കൻഡ് വൺ, മെഡിക്കൽ ഓഫീസറെ വിളിക്കുക. ദെൻ മെഡിക്കൽ ഓഫീസർ വരുന്നു, പേഷ്യന്റിനെ ഒന്ന് എക്സാമിൻ ചെയ്തിട്ട് എവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ദെൻ ജനറൽ ആയിട്ട് പേഷ്യന്റിനെ നമ്മൾ എമർജൻസി ആയതിനാൽ ICUലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. ദെൻ ആള് അവിടെ സ്റ്റേബിൾ ആയതിനു ശേഷം പേഷ്യന്റിനെ കൺസേൺഡ് വാർഡിലേക്ക് മാറ്റുന്നു. ഓക്കെ, 4 പോയിന്റ് ഓക്കെ ആണോ? അടുത്ത പോയിന്റ് പറഞ്ഞോട്ടെ. ഇനി 5ാമത്തെ പോയിന്റ്, ആഫ്റ്റർ കൗൺസിലിംഗ് with the consultant and permission of the same, they register patient in IPD register and their software too. Then നമ്മള് കൺസൾട്ടന്റിനെ ഒക്കെ കണ്ടതിന് ശേഷം, അതായത് പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു, കൺസൾട്ടന്റ് ഒക്കെ വന്ന് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുന്നു? പേഷ്യന്റിന്റെ നെയിമോ പേഷ്യൻസിനെ ആ ഒരു IPD രജിസ്റ്ററിലും അതോടൊപ്പം തന്നെ സോഫ്റ്റ്വെയറിലും പേഷ്യൻസിനെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. പേഷ്യൻസിന്റെ വിവരങ്ങള്. ഒരു ആക്സിഡന്റ് കേസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കൊടുക്കേണ്ടത് എന്താണ്? ട്രീറ്റ്മെന്റ് അല്ലേ? അല്ലാതെ നമ്മൾ ആ ഒരു ടൈമിൽ പോയി രജിസ്റ്റർ ഒന്നും ചെയ്യില്ല. സോ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തതിന് ശേഷം പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും IPD രജിസ്റ്ററിലും അതോടൊപ്പം തന്നെ അവരുടെ സോഫ്റ്റ്വെയറിലും രജിസ്റ്റർ ചെയ്യുന്നു. ഓക്കെ. Then fill the patient consent form and after telling the purpose and meaning of form, get is signed by the patient relatives. Then പിന്നെ എന്ത് ചെയ്യുന്നു? പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനെ കൊണ്ട് കൺസെന്റ് ഫോമിൽ സൈൻ ചെയ്യിപ്പിക്കുന്നു. അതായത് ഇപ്പൊ സർജറിയൊക്കെ ഉണ്ടെങ്കിൽ കൺസെന്റ് ഫോമിൽ സൈൻ ചെയ്യിപ്പിക്കും. ശേഷം എന്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു സൈൻ ചെയ്യുമല്ലോ കൺസെന്റ് ഫോമിന്റെ എന്താണ് ഡീറ്റെയിൽസ്, പർപ്പസ് പറഞ്ഞു കൊടുക്കുന്നു റിലേറ്റീവ്സിന്. ചിലവർക്ക് സംശയം ഉണ്ടാവുമല്ലോ, എന്തിനാണ് ഞങ്ങളെ കൂടി ഒപ്പിടിക്കുന്നത്? മീൻസ് കൺസെന്റ് ഫോം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? സമ്മതപത്രം, സാക്ഷ്യപത്രം എന്നൊക്കെ പറയും. സർജറിക്കൊക്കെ നമ്മൾ വിധേയരാക്കുമ്പോൾ ആ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡർ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ കൊണ്ടൊന്ന് സൈൻ ചെയ്യിപ്പിക്കും. സോ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൺസെന്റ് ഫോമുല സൈൻ ചെയ്യുന്നത്? അതിന്റെ പർപ്പസ് എന്താണെന്ന് രോഗിക്കല്ല റിലേറ്റീവ്സിന് പറഞ്ഞു കൊടുക്കുന്നു. Then send the file of patient to the corresponding ward where the medical officer has asked the patient to be shifted. രോഗിയെ നമ്മള് മെഡിക്കൽ ഓഫീസർ പറയണം മറ്റൊരു വാർഡിലോട്ട് മാറ്റാൻ, ഷിഫ്റ്റ് ചെയ്യാൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ICUയിൽ നിന്നും സ്റ്റേബിൾ ആയിട്ട് മറ്റൊരു വാർഡിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ഓഫീസർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, കറസ്പോണ്ടിങ് വാർഡിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ വാർഡിലേക്ക് പേഷ്യൻസിന്റെ ഫയൽ സെൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, ICUയിൽ നിന്നും പേഷ്യന്റിന്റെ ഏത് വാർഡിലേക്കാണോ മെഡിക്കൽ ഓഫീസർ ഷിഫ്റ്റ് ചെയ്യുന്നത് അവിടേക്ക് പേഷ്യൻസിന്റെ ഫയൽ ഷിഫ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യുക.
Then confirming that the file of patient is received by the MO, that is medical officer of the corresponding ward. പേഷ്യന്റിന്റെ ഫയല് ആ വാർഡിലേക്ക് എത്തിയിട്ടുണ്ടെന്ന്, കറസ്പോണ്ടിങ് വാർഡിലോട്ട് എത്തിയിട്ടുണ്ടെന്ന് മെഡിക്കൽ ഓഫീസർ ഉറപ്പുവരുത്തുക, കൺഫേം ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളാണ് ഒരു അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്നത്. അഞ്ചാമത്തെ പോയിന്റോടെ കൂടി റിപ്പീറ്റ് ചെയ്യണോ? 4 പോയിന്റ് റിപ്പീറ്റ് ചെയ്തല്ലോ. 5th പോയിന്റോടെ ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് വേണോ? ക്ലിയർ ആണോ? ഒരു പ്രാവശ്യം കൂടി പറയാം കേട്ടോ. ഫസ്റ്റിൽ ശ്രദ്ധിക്കാം, ദെൻ നിങ്ങൾ വായിക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? പേഷ്യന്റിന് ഒരു എമർജൻസി ആയിട്ടുള്ള പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് എന്നുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഫസ്റ്റ് വൺ വാർഡ് ബോയിനെയും അതോടൊപ്പം തന്നെ പേഷ്യന്റ് അറ്റൻഡറെയും വിവരം അറിയിക്കുക. ദെൻ ആംബുലൻസിൽ നിന്നും സ്ട്രക്ചറിലോട്ട് പേഷ്യൻസിനെ നമ്മൾ ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക. സെക്കൻഡ് വൺ മെഡിക്കൽ ഓഫീസറെ വിവരം അറിയിക്കുക. മൂന്നാമതായിട്ട് മെഡിക്കൽ ഓഫീസർ വന്ന് പേഷ്യന്റിനെ ഒന്ന് എക്സാമിൻ ചെയ്തിട്ട് ഏത് വാർഡിൽ എവിടേക്കാണോ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്തതെന്ന് അദ്ദേഹം പറയുക. ഇപ്പോ ജനറൽ കേസിലാണെങ്കിൽ എമർജൻസി കേസ് ആയതിനാൽ തന്നെ പേഷ്യന്റിനെ നമ്മൾ ICUയിലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. ദെൻ പേഷ്യന്റ് സ്റ്റേബിൾ ആകുന്നത് എപ്പോഴാണോ അപ്പൊ പേഷ്യന്റിനെ കൺസേൺഡ് വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ദെൻ ആഫ്റ്റർ കൗൺസിലിംഗ് വിത്ത്, അതായത് കൺസൾട്ടന്റ് ഡോക്ടർ വന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തതിനു ശേഷം പേഷ്യന്റിന്റെ നെയിമും ഡീറ്റെയിൽസും IPD രജിസ്റ്ററിലും അതോടൊപ്പം തന്നെ സോഫ്റ്റ്വെയറിലും അപ്ഡേറ്റ് ചെയ്യുക. ദെൻ പേഷ്യന്റിന്റെ കൺസേൺ ഫോം പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനെ കൊണ്ട് സൈൻ ചെയ്യിക്കുക. സൈൻ ചെയ്യിക്കുന്നതിനോടൊപ്പം തന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കൺസേൺ ഫോം എന്നതിനെ കുറിച്ചിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുക. ദെൻ പേഷ്യന്റിന്റെ കറസ്പോണ്ട് വാർഡിലോട്ട് മെഡിക്കൽ ഓഫീസർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, അതായത് രോഗിയെ മാറ്റാനായിട്ട് മെഡിക്കൽ ഓഫീസർ ആവശ്യപ്പെടുമ്പോൾ ആ രോഗിയുടെ ഫയല് നമ്മൾ ICUയിലാണെങ്കിൽ ICUയിൽ നിന്നും ആ ഫയല് ഏത് വാർഡിലേക്കാണോ ഷിഫ്റ്റ് ചെയ്യുന്നത് ആ വാർഡിലേക്ക് കൈമാറുക, സെൻഡ് ചെയ്യുക. Then confirming that the file of patient received by medical officer, രോഗിയുടെ ഫയല് ബന്ധപ്പെട്ട ആ വാർഡിലോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് മെഡിക്കൽ ഓഫീസർ ഉറപ്പുവരുത്തുന്നു. ക്ലിയർ ആയോ എല്ലാ പോയിന്റ്സും? ഓക്കെ, പഠിച്ചില്ലേ? ഇപ്പൊ പലത് നിങ്ങൾ പഠിച്ചില്ലേ? പഠിച്ചോ? ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓരോ പോയിന്റ് വായിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ മാക്സിമം സിമ്പിൾ ആക്കിയാണ് മിസ് പറഞ്ഞു തന്നിരിക്കുന്നത്. സിമ്പിൾ അല്ലേ? ആണോ? ഇതിലും ഷോർട്ട് ആക്കി എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. മാക്സിമം ഞാൻ ഷോർട്ട് ആക്കി നിങ്ങളുടേതായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുപോലെ ഒന്ന് വായിച്ചു പഠിക്കാം. നിങ്ങൾ ബൈഹാർട്ട് ചെയ്താൽ പഠിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ? എല്ലാവർക്കും ഒരുപോലെ ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. മനസ്സിലാക്കി പഠിക്കുക പോയിന്റ്സുകൾ. ഓക്കെ, ഓരോ പോയിന്റ് അത് ആ ഓർഡറിൽ തന്നെ പഠിച്ചു പോകാട്ടോ. ഓർഡറിൽ തന്നെ പഠിച്ചാൽ എളുപ്പം കിട്ടുള്ളൂ. ഒരു ഓർഡറാണ് അത് കൃത്യം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പേഷ്യന്റ് വരുന്നു, മെഡിക്കൽ ഓഫീസറെ വിളിക്കുന്നു, എക്സാമിൻ ചെയ്യുന്നു, ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോവുക കേട്ടോ.
ഫിഫ്ത്ത് പോയിന്റ് എന്തായിരുന്നു? ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറഞ്ഞാല് ഡോക്ടർ വന്നു, പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? പേഷ്യന്റിനെ അവിടുത്തെ IPD രജിസ്റ്ററിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നു, ദെൻ സോഫ്റ്റ്വെയറിലും രജിസ്റ്റർ ചെയ്യുന്നു. നമ്മളൊരു എമർജൻസി കേസ് വരുമ്പോ നമ്മള് അല്ലെങ്കിൽ നോർമലി ഒരു ചെറിയൊരു അസുഖമായിട്ട് ഇപ്പൊ പനിയോ ചുമയായിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ ലഭിക്കുന്നത്. പക്ഷെ ഒരു എമർജൻസി കേസ് ആകുമ്പോൾ ആദ്യം ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത് അല്ലെ? അപ്പോൾ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തതിന് ശേഷമാണ് ICUലോട്ടൊക്കെ അഡ്മിറ്റ് ആക്കിയതിനു ശേഷമാണ് പേഷ്യന്റിനെ നമ്മൾ IPD രജിസ്റ്ററിലും അതോടൊപ്പം തന്നെ സോഫ്റ്റ്വെയറിലും അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ എമർജൻസി ആയതുകൊണ്ട് ഇമ്മീഡിയറ്റ് കെയർ ആണല്ലോ നൽകുന്നത്. എട്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? അതായത് പേഷ്യന്റിനെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ICUലോട്ടാണ് ആദ്യം ഷിഫ്റ്റ് ചെയ്യുന്നത്. ദെൻ കറസ്പോണ്ട് വാർഡ്, മറ്റു വാർഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ പേഷ്യന്റിന്റെ ഫയല് ICUവിൽ നിന്നും ആ ഒരു വാർഡിലേക്ക് എത്തിക്കുക. ഓക്കെ, അപ്പൊ ബാക്കി ട്രീറ്റ്മെന്റ് വാർഡിലാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ആ പേഷ്യന്റിന്റെ ഫയൽ ICUവിൽ നിന്നും എന്ത് ചെയ്യുക? ഏത് വാർഡിലേക്കാണോ ഷിഫ്റ്റ് ചെയ്യുന്നത് ആ വാർഡിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. ലാസ്റ്റ് പറയുന്നത് ആ വാർഡിലേക്ക് കിട്ടിയെന്ന് മെഡിക്കൽ ഓഫീസർ ഉറപ്പുവരുത്തുക. ഓക്കെ, രണ്ടും 7ഉം 8ഉം സെയിം കണക്ട് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. 7ഉം 8ഉം. ഏഴാമത്തത് അയച്ചു കൊടുക്കുക, എട്ടാമത്തത് അവിടെ അയച്ചത് കിട്ടിയെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചെല്ലാവരും. അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? പഠിച്ചെല്ലാവരും? ഓക്കെ, നമ്മളുടെ ഈ ഒരു ഇൻപേഷ്യന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് തുടങ്ങി എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നോക്കാം. വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു ഇല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ഈസി അല്ലേ? സിമ്പിൾ അല്ലേ ഈ ഒരു ചാപ്റ്റർ? ഓക്കെ ആയിരുന്നോ? ബുദ്ധിമുട്ടുണ്ടോ ഈ ഒരു ചാപ്റ്റർ? ഇൻപേഷ്യന്റ് ഏകദേശം ഔട്ട് പേഷ്യന്റ് പോലെയൊക്കെ തന്നെയാണ് അല്ലെ? കുറച്ച് വ്യത്യാസങ്ങളും ചെറിയൊരു ചാപ്റ്റർ തന്നെയായിരുന്നു. നോക്കാം കേട്ടോ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ദാറ്റ് ഈസ് IPD. നമുക്കറിയാം ഹോസ്പിറ്റലില് ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാല് പേഷ്യൻസിനെ അക്കോമഡേറ്റഡ് ആഫ്റ്റർ ബീങ് അഡ്മിറ്റഡ്. പേഷ്യന്റിനെ നമ്മൾ താമസിപ്പിക്കുന്നതാണ്. 24 hours കൂടുതലായിട്ട് പേഷ്യന്റിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ പേഷ്യന്റ് അവിടെ ഇൻപേഷ്യന്റ് ആയി മാറുന്നത്. ദെൻ 24/7 അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സും ലഭ്യമാണ്. ദെൻ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പേഷ്യന്റ് എത്ര ദിവസമാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആകുന്നത് തീരുമാനിക്കുന്നത്. ദെൻ നമ്മളൊരു ഡെഫിനിഷൻ നോക്കി അല്ലെ? അഡ്മിഷൻ എന്താണ്? It means allowing a client to stay in the hospital for observation, investigation, treatment of diseases he is suffering from. ഒബ്സർവേഷനും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ വേണ്ടി ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ തുടരാൻ അനുവദിക്കുക എന്നതിനെയാണ് അഡ്മിഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ പർപ്പസ്, എന്തുകൊണ്ടാണ് നമ്മൾ രോഗിയെ അഡ്മിറ്റ് ആക്കുന്നത്? അതുകൊണ്ടുള്ള ഉദ്ദേശങ്ങൾ അല്ലെ? എന്തൊക്കെയാണ് ഉദ്ദേശങ്ങൾ നോക്കി. ഇമ്മീഡിയറ്റ് കെയർ, കംഫോർട്ട് ലഭിക്കുവാൻ, അതോടൊപ്പം തന്നെ എമർജൻസി ആയിട്ടുള്ള എമർജൻസി ഫീൽഡ് റെഡി ആക്കുക, ദെൻ പേഷ്യന്റിന്റെയും ഫാമിലിയെയും അതിൽ ഇൻക്ലൂഡ് ചെയ്യുക, അവരെ അസിസ്റ്റ് ചെയ്യുക അല്ലെ? തുടങ്ങിയവയൊക്കെയാണ് ഒരു പേഷ്യന്റിനെ നമ്മൾ അഡ്മിഷൻ ചെയ്യുക എന്നതിന്റെ ഉദ്ദേശം. ദെൻ നമ്മൾ നോക്കി ടൈപ്പ് ഓഫ് അഡ്മിഷൻ. അപ്പോ മെയിൻ ആയിട്ട് 2 ടൈപ്പ് അഡ്മിഷൻ ആണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? ഓർമ്മയുണ്ടോ? എമർജൻസി അഡ്മിഷനും ദെൻ റുട്ടീൻ അഡ്മിഷനും അല്ലെ? അപ്പോ എക്സാമ്പിൾ പ്രത്യേകം പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എമർജൻസി അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമർജൻസി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വരുന്നതാണ് എമർജൻസി അഡ്മിഷൻ. എക്സാമ്പിൾ ആണ് ക്ലയന്റ് വിത്ത് ഹാർട്ട് അറ്റാക്ക്, ആക്സിഡൻസ്, പോയിസണിങ് കേസ് എക്സെട്ര. അപ്പൊ അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ. എക്സാമ്പിൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ദെൻ റൊട്ടീൻ അഡ്മിഷൻ എന്ന് പറയുന്നത് ക്ലയന്റ് വിത്ത് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ദെൻ ബ്രോങ്കൈറ്റിസ്. ഓക്കെ, പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കിയത് അഡ്മിഷൻ പ്രൊസീജിയർ ത്രൂ OPD. OPDയിൽ നിന്നുള്ള അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. അഡ്മിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഗ്രീറ്റ് ചെയ്തുകൊണ്ടാണ് പേഷ്യൻസിനെ കംഫർട്ടബിൾ ആയിട്ട് ഗ്രീറ്റ് ചെയ്യുന്നു. ഇനി എമർജൻസി കണ്ടീഷൻ ആണെങ്കിൽ എന്താണ്? നമ്മളിപ്പോ ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞില്ലേ, ICUയിൽ നിന്നും പേഷ്യന്റിനെ എമർജൻസിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് രജിസ്ട്രേഷൻ അല്ല ചെയ്യുന്നത്,
ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്തതിന് ശേഷമാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ ഒരു പോയിന്റ് ആണ് ഇവിടെ പറയുന്നത്, ശ്രദ്ധിക്കുക കേട്ടോ. ഇൻ എമർജൻസി കണ്ടീഷൻ നോ ടൈം ഷുഡ് ബി വേസ്റ്റഡ് ടു സ്റ്റാർട്ട് ദ ട്രീറ്റ്മെന്റ്. The manner doctor receives, അതായത് ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ പേഷ്യന്റിന് ഇമീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ എമർജൻസി സിറ്റുവേഷൻസിൽ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? ലാസ്റ്റ് പോയിന്റ് വന്നപ്പോ ക്ലിയർ ആണോ? നമ്മൾ ഓൾറെഡി പറഞ്ഞു പോകുന്നുണ്ട് ആദ്യം. അതായത് എമർജൻസി ഒരു കേസ് വരുമ്പോൾ നമ്മൾ ആദ്യം പോയി രജിസ്റ്റർ ചെയ്യാനോ അങ്ങനെയല്ല, മറിച്ച് ഇമീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ആ പേഷ്യന്റിന് നമ്മൾ നൽകുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പോ കുറച്ചും കൂടി വ്യക്തത വന്നോ? പോയിന്റ് ഓൾറെഡി പറയുന്നുണ്ട് നമ്മള് ഫസ്റ്റില്. ഓക്കെ, ദെൻ സോഷ്യൽ ഡാറ്റയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന്. എന്തൊക്കെയായിരുന്നു? നെയിം, ഏജ്, സെക്സ്, എഡ്യൂക്കേഷൻ, അഡ്രസ്, ഒക്യുപ്പേഷൻ, റിലീജിയൻ, ഇൻകം, മാരിറ്റൽ സ്റ്റാറ്റസ്, ടെലിഫോൺ നമ്പർ എക്സെട്ര. പിന്നെ നമ്മൾ നോക്കിയത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്. ഒരു അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ നിങ്ങൾ മാറിപ്പോകരുതും, നഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഇവിടെ, അതോടൊപ്പം തന്നെ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. ഓക്കെ, അപ്പോ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? ഗ്യാദർ പേഷ്യന്റ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, ദെൻ മെഡിക്കൽ റെക്കോർഡ് തയ്യാറാക്കുക, ഇനിഷ്യൽ ഓർഡർ, അങ്ങനെയുള്ള കുറച്ച് ഡ്യൂട്ടീസ് ഒക്കെയാണ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിനുള്ളത്. ദെൻ മറ്റേ മിനിമം ഡെപ്പോസിറ്റിന്റെ കാര്യം. പിന്നെ നമ്മൾ നോക്കിയത് മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ ഒ പി ഡി. ഒ പി ഡിയിൽ നമ്മൾ നടത്തുന്ന മെഡിക്കൽ എക്സാമിനേഷൻ എന്തൊക്കെയാണ്? പേഷ്യൻസിന്റെ ടെമ്പറേച്ചർ, ബി പി, പൾസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുക്കുന്നു. ദെൻ എക്സ്റേ, ലബോറട്ടറി ടെസ്റ്റ് തുടങ്ങിയവ. പിന്നെ നമ്മൾ ഒ പി ഡിയിൽ നിന്ന് ഐ പി ഡിയിലേക്ക് മാറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോ അതിൽ 3 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ക്ലയൻസ് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ക്ലയന്റ് ആണെങ്കിൽ ഒരു വാർഡ് ബോയോ ഒരു നഴ്സോ അല്ലെങ്കിൽ അറ്റൻഡറുടെ സഹായത്തോടു കൂടി നമുക്ക് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യാം. ദെൻ സിക്ക് ആയിട്ടും വീക്ക് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് വീൽ ചെയർ പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഹോസ്പിറ്റൽ ആംബുലൻസിലാണ് ക്ലയന്റ് വരുന്നതെങ്കിൽ റെസ്പെക്റ്റീവ് വാർഡ്സിലോട്ട് സ്ട്രക്ചറിൽ ആ പേഷ്യൻസിനെ നമുക്ക് കൊണ്ടുപോകാം. റിസീവ് ദ പേഷ്യന്റ് ബൈ വാർഡ് സിസ്റ്റർ. പേഷ്യന്റിനെ സ്വീകരിക്കുന്നത് വാർഡ് സിസ്റ്റർ ആയിരിക്കും. ദെൻ അടുത്തത് നമ്മൾ നോക്കിയത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നഴ്സ്. നഴ്സസിന്റെ റെസ്പോൺസിബിലിറ്റീസ് മെയിൻ ആയിട്ട് 4 റെസ്പോൺസിബിലിറ്റീസ് ആണ് പറഞ്ഞത്. പ്രിപ്പയർ റൂം, ഐഡന്റിഫൈ സെൽഫ്, ഓറിയന്റ് പേഷ്യന്റ്, ദെൻ ഗ്യാദർ ഇൻഫോർമേഷൻ. ഓക്കെ, അപ്പൊ അത് 4 പോയിന്റിന്റെ ഉള്ളിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ദെൻ പ്രിലിമിനറി ഒബ്സർവേഷൻ, അതിൽ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് ഡിസ്ക്ലറേഷൻ ഓഫ് സ്കിന്നില് 3 ടൈപ്പ് ആണ് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? ജോണ്ടിസ്, സിയാനോസിസ്, ഫേഷ്യൽ പാരലിസിസ്. ഓക്കെ, അത് ഓർത്തിരിക്കുക കേട്ടോ, എക്സാമിന് ഓർക്കുക. ഡിസ്ക്ലറേഷൻ ഓഫ് സ്കിൻ എക്സാമ്പിൾസ് ആണ് ജോണ്ടിസ്, സിയാനോസിസ്, ഫേഷ്യൽ പാരലിസിസ്. ഓക്കെ, ദെൻ ചാർട്ടിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ബേസിക് ഇൻഫോർമേഷൻസ്, ദെൻ എന്താണ് അഡ്മിഷൻ രജിസ്റ്റർ, ട്രീറ്റ്മെന്റ് ബുക്കില്, അതോടൊപ്പം തന്നെ റിപ്പോർട്ട് ബുക്കിലേക്ക് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യുക. ദെൻ വാല്യുബിൾ ആയിട്ടുള്ള ക്ലോത്തിങ്ങും മറ്റും റിലേറ്റീവ്സിനൊക്കെ കൈമാറുക. ദെൻ ലാസ്റ്റ് വൺ നമ്മൾ നോക്കിയത് അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫസ്റ്റ് വൺ, പേഷ്യന്റിനെ നമുക്ക് കൺഫർമേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ വാർഡ് ബോയിനെയും പേഷ്യന്റ് അറ്റൻഡറെയും വിവരം അറിയിക്കുക. ആംബുലൻസിൽ നിന്നും സ്ട്രക്ചറിലേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക. സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞു, മെഡിക്കൽ ഓഫീസറെ വിവരം അറിയിക്കുക. മെഡിക്കൽ ഓഫീസർ എന്ത് ചെയ്യുന്നു? എക്സാമിൻ ചെയ്യുന്നു. ദെൻ ഏത് വാർഡിലേക്കാണോ ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. ജനറൽ ആയിട്ട് നമ്മൾ ICUയിലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. ദെൻ കൺസേൺഡ് വാർഡിലോട്ട് മാറ്റുന്നു. ശേഷം ട്രീറ്റ്മെന്റിന് ശേഷം IPD രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യുക. ദെൻ കൺസെന്റ് ഫോമിൽ സൈൻ ചെയ്യിക്കുക. ഫയൽ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഏത് വാർഡിലേക്കാണോ സെൻഡ് ചെയ്ത് കൊടുക്കുക. സെൻഡ് ചെയ്തിട്ടുള്ള ഫയല് എത്തിയെന്ന് കൺഫർമേഷൻ മെഡിക്കൽ ഓഫീസർ ലഭിച്ചതായിട്ട് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുള്ളൂ. ഓക്കെ ആണോ? ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആണോ? എവിടെയെങ്കിലും ക്ലാസ് മിസ്സായവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി ഫുൾ ആയിട്ടൊക്കെ റിപ്പീറ്റ് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഇപ്പൊ തന്നെ ഒരു 50% നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ചോ? ഒരു പ്രാവശ്യം കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്തില്ലേ? പഠിച്ചോ? കുറച്ചും കൂടി ക്ലിയർ ആയി ഇപ്പോ? ഓക്കെ, ഇനി പഠിക്കാന്നുള്ളതാണ് അല്ലേ? അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇനി ഒരു അരമണിക്കൂർ, ജസ്റ്റ് ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 25 മിനിറ്റ്സും കൂടി
ടീച്ചർ തന്നെയായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. അശ്വതി മാമിന്റെ ക്ലാസ് ഉണ്ടായിരിക്കില്ല, പകരം ടീച്ചർ തന്നെ കുറച്ചു നേരം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ വാർഡാണ്. ഓക്കെ, ഹോസ്പിറ്റൽ വാർഡ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ആ ചാപ്റ്റർ ഒക്കെ ഒന്ന് എടുത്ത് വെക്കുക, വായിക്കുക. ദെൻ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് തരാം. ബ്രേക്ക് വേണോ? 5 മിനിറ്റ്സ് കണ്ടിന്യൂസ് പെടുന്നതാണല്ലോ, അതുകൊണ്ടാണ് ബ്രേക്ക് വേണോ എന്ന് ചോദിച്ചത്. നിങ്ങളുടെ അഭിപ്രായം 5 മിനിറ്റ്സ് ബ്രേക്ക് വേണോ? ദെൻ നമുക്ക് പുതിയൊരു ചാപ്റ്റർ ആരംഭിക്കാലോ. ഓക്കെ, 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തോളൂ. വേണ്ട? അത്രക്ക് ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണോ ഇരിക്കുന്നത്? ഷഹനാസ് ആണോ? ഓക്കെ, ഇൻട്രസ്റ്റ് ഉണ്ടോ? ബോറിംഗ് ഉണ്ടോ? കുറച്ചു നേരം കൂടി എടുക്കുന്നതിൽ കുഴപ്പമില്ല. എക്സ്റ്റെൻഡ് ചെയ്യണേന് ചെറിയൊരു ചാപ്റ്റർ ആണ്, ഒരുപാട് ടീച്ചർ എടുത്ത് പോകുന്നില്ല. ജസ്റ്റ് നമുക്കൊന്ന് തുടങ്ങി വെക്കാം പുതിയൊരു ചാപ്റ്റർ. ഓക്കെ, ഹോസ്പിറ്റൽ വാർഡാണ് കേട്ടോ. ഓക്കെ, 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോളൂ. ദെൻ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ, ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ഉണ്ടോ ക്ലാസ്സിൽ തന്നെ? ബ്രേക്ക് എടുത്ത വഴി പോയോ കുറച്ച് പേര്? ഓക്കെ, അപ്പൊ നമ്മള് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാൻ പോവുകയാണ്.
ഇതും ചെറിയൊരു ചാപ്റ്റർ ആണ്. ഇതില് ഒരുവിധം നിങ്ങൾക്ക് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ ഹോസ്പിറ്റൽ വാർഡ് അല്ലെ, ഇപ്പൊ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു ഹോസ്പിറ്റലിനുള്ളിലെ വാർഡ് എന്താണെന്നുള്ളത്. കണ്ടിട്ടുണ്ടല്ലോ ഇല്ലേ? വാർഡ് കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ഒക്കെ ആകുമ്പോൾ വാർഡിൽ കിടക്കില്ലേ പേഷ്യൻസ് അല്ലേ? അപ്പൊ കണ്ടിട്ടുണ്ട്. നിങ്ങളാണ് എനിക്ക് ഇനി പറഞ്ഞു തരേണ്ടത്. അപ്പോ ഒരു വാർഡ് എന്ന് പറയുമ്പോ എന്തൊക്കെയാണ് അവിടെ പ്രത്യേകതകൾ? പെട്ടെന്ന് കമന്റ് ചെയ്യാട്ടോ എല്ലാവരും റെസ്പോൺസ് ചെയ്യണേ. ഒരു വാർഡ് എന്ന് പറയുമ്പോ എന്തൊക്കെയാണ് നിങ്ങൾ ഒരു വാർഡ് എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ഒരു ഐഡിയയില്, നിങ്ങളുടെ ചിന്തയില്, അല്ലെങ്കിൽ എല്ലാവരും ഹോസ്പിറ്റലിലെ വാർഡിലേക്ക് ഒന്ന് പോവുക, മനസ്സിലോട്ട് ആ ഒരു വാർഡിന്റെ ചിത്രം ഒന്ന് കൊണ്ടുവരിക എല്ലാവരും. എന്തൊക്കെയാണ് അപ്പൊ ഒരു വാർഡ് എന്ന് പറയുമ്പോൾ കാണുന്നത് ഹോസ്പിറ്റലില്? കുറെ ബെഡുകൾ ഉണ്ട്. ഓക്കെ, ബെഡ്സ് ഉണ്ടാവും. ബെഡ് മാത്രമുള്ളോ? ബെഡിലെ ആളുകളൊന്നും ഉണ്ടാവില്ലേ? ബെഡ് മാത്രമാണോ? ബെഡിലെ ആളുകളില്ല, പേഷ്യൻസ് ഒന്നും ഉണ്ടാവില്ല? പേഷ്യൻസ് ഉണ്ട്. കുറെ ബെഡുകൾ ഉണ്ട്, പേഷ്യൻസ് ഉണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല. എന്തെല്ലാം പ്രത്യേകതകളാണ് കാണുന്നത്? നഴ്സിംഗ് റൂം ഉണ്ട്. ഓക്കെ, ഷിബില അത് ഓർത്തു. ദെൻ വേറെ എന്തൊക്കെയാണ്? കുറെ ബെഡുകളും പേഷ്യന്റ് റൂമും മാത്രമുള്ളൂ അവിടെ? ബൈസ്റ്റാൻഡർ ഉണ്ടാകും. ഓക്കെ, ദെൻ ഡ്രിപ്പ് ആണോ ഉദ്ദേശിച്ചത്? ഡ്രിപ്പ് ആണോ? ഡ്രിപ്പിന്റെ സ്റ്റാൻഡ് അതല്ലേ ഉദ്ദേശിച്ചത്? ആണോ? ചോദിച്ചാലുള്ള പേര് ഞാൻ നോക്കിയില്ല. ഡ്രിപ്പ് ഇടുന്ന സ്റ്റാൻഡ് ആണോ ഉദ്ദേശിച്ചത്? ഓക്കെ, ബാത്റൂം ഉണ്ടാകും. കോമൺ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ദെൻ വേറെ എന്തൊക്കെയുണ്ട്? എക്യുപ്മെന്റ്സുകളൊന്നും ഉണ്ടാവില്ലേ? എക്യുപ്മെന്റ്സുകള് ഉണ്ടോ? ഉണ്ട്. എന്തൊക്കെയുണ്ട്? നെബുലൈസർ ഉണ്ടാകും. ദെൻ ഓക്സിജന്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതിനോട് ചേർത്തിട്ടുള്ള ഓക്സിജന്റെ സിലിണ്ടറുകള് അല്ലെ? BP അപ്പാരറ്റസ് ഒക്കെ ഉണ്ടാകും. ഓക്സിജൻ സിലിണ്ടർ. ഡ്രിപ്പ് ഇടുന്ന സ്റ്റാൻഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അത്യാവശ്യം ഓരോ പേഷ്യന്റിനുള്ള ചെറിയൊരു ഷെൽഫ് പോലത്തെ സംഭവം ഉണ്ടാവില്ല? അത്യാവശ്യം നമ്മള് ഫുഡ് ഐറ്റംസ് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു ഷെൽഫ് പോലെ, ടേബിൾ പോലത്തെ സംഭവം ഉണ്ടാവോ? ഓരോ മീൻസ് ഓരോ കട്ടിലിനും ഓരോ റൂമിനായിട്ട്, റൂമല്ല വാർഡിനുള്ളിൽ തന്നെ സെപ്പറേറ്റഡ് ആയിട്ട് ചെറിയൊരു ഷെൽഫ് പോലത്തെ സംഭവം ഉണ്ടാവും അല്ലെ? ഓക്കെ, അപ്പൊ ഒരു ചെറിയ മേശ പോലത്തെ, അതായത് ഷെൽഫ്, ഒരു ഡ്രോയർ ഒക്കെ ടൈപ്പ്, അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാനൊക്കെ ആയിട്ട് അല്ലെ? ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം അല്ലെ വാർഡിനെ കുറിച്ച് ഒരുപാട് എല്ലാവരും തന്നെ കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോ ഹോസ്പിറ്റൽ വാർഡ്, അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വാർഡിനെ കുറിച്ച് അറിയാം. ഇനി അതിനുള്ളിലും കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നിങ്ങളുടെ കുറച്ച് അറിവുകളൊക്കെ വെച്ചിട്ട് പുതിയ പുതിയ അറിവുകൾ കൂടി നമുക്ക് ഈ ഒരു വാർഡിനെ കുറിച്ചിട്ട് ലഭിക്കാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് വരാം. ഹോസ്പിറ്റൽ വാർഡ്. അപ്പൊ ഫസ്റ്റ്ലി ഒരു ഡെഫിനിഷൻ ആണ് പറയുന്നത്. എന്താണ് വാർഡ്? ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം ഒരുമിച്ച് കുറെ പേഷ്യൻസുകൾ കിടക്കുകയാണ്. വലിയൊരു റൂമാണ്. അവിടെ കുറച്ച് ബെഡ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പേഷ്യൻസ് ഉണ്ട്, എക്യുപ്മെന്റ്സുകൾ ഉണ്ട്, ലൈക്ക് നിങ്ങൾ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഉണ്ട്. അതൊരു ഡെഫിനിഷൻ പോലെ നമുക്ക് പറയണമല്ലോ. നോക്കാം കേട്ടോ. A ward is a room in a hospital where beds are arranged for many people, often people who need similar treatment. Stay can be long term or short term depending upon the severity of condition. അല്ലേ? ഒരു വാർഡ് എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിലെ റൂമാണ്. അവിടെ ഒത്തിരി ബെഡ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മെനി പീപ്പിളിന് വേണ്ടിയിട്ട്. ഒത്തിരി പീപ്പിൾ ഉണ്ട് അല്ലെ? ബെഡുകൾ മാത്രമല്ലല്ലോ, പീപ്പിളും ഉണ്ട് അവിടെ, പേഷ്യൻസ് ഉണ്ട്. ദെൻ പീപ്പിൾ ഹു നീഡ് സിമിലർ ട്രീറ്റ്മെന്റ്, ഏകദേശം എല്ലാവർക്കും ഒരേ സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് കൊടുക്കുന്നത്. സ്റ്റേ ക്യാൻ ബി ലോങ് ടേം ഓർ ഷോർട്ട് ടേം ഡിപ്പെൻഡിങ് അപ്പോൺ ദ സെവറിറ്റി ഓഫ് കണ്ടീഷൻ. സെവറിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗത്തിന്റെ തീവ്രതയാണ് കേട്ടോ, തീവ്രത. അപ്പോ ചില പേഷ്യൻസ് സ്റ്റേ ചെയ്തത് ചിലവർ ലോങ് ടേം ആവാം, ഷോർട്ട് ടേം ആവാം, ഡിപ്പെൻഡിങ് അപ്പോൺ സെവറിറ്റി ഓഫ് കണ്ടീഷൻ. ആ പേഷ്യൻസിന്റെ രോഗത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ചിട്ടാണ് പേഷ്യൻസിന്റെ എത്ര ദിവസമാണ് സ്റ്റേ ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ വാർഡിൽ നിങ്ങൾ അഡ്മിറ്റ് ആണെന്ന് വിചാരിക്കാം. നമ്മളുടെ ബെഡിന്റെ തൊട്ടിപ്പുറം കിടക്കുന്ന വേറൊരു പേഷ്യന്റ് ഉണ്ട്. ഈ രണ്ടുപേരെയും ഒരു ദിവസം തന്നെയാണ് അഡ്മിറ്റ് ചെയ്യുന്നത്, ഒരു ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്യും, അങ്ങനെയാണോ? എല്ലാവരെയും ഒരേപോലെയാണോ അഡ്മിറ്റ് ആക്കുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതും? അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെയല്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ഒരാളുടെ അസുഖമായിരിക്കില്ല അപ്പുറത്തെ ബെഡിൽ കിടക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ ആ രോഗത്തിന്റെ തീവ്രത ആയിരിക്കില്ല നമ്മളുടെ തൊട്ടിപ്പുറം കിടക്കുന്ന അടുത്ത ബെഡിലുള്ള പേഷ്യൻസിന്.
ചില പേഷ്യൻസിന് ചിലപ്പോൾ 5 ദിവസമൊക്കെ മതിയായിരിക്കാം അല്ലെ, 5 ഡേയ്സ് ഇഞ്ചക്ഷനും കാര്യങ്ങളും കൊണ്ട് ഓക്കെ ആകാം. പക്ഷെ ചില പേഷ്യൻസിന് 5 ഡേയ്സ് കൊണ്ട് ഓക്കെ ആകില്ല, റിക്കവറി ആയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ 7 ഡേയ്സോ 10 ഡേയ്സോ അഡ്മിറ്റ് ആകേണ്ടതായിട്ട് വരും. സോ പേഷ്യന്റിന്റെ രോഗത്തിന്റെ തീവ്രത, സെവറിറ്റി ഓഫ് കണ്ടീഷൻ അനുസരിച്ചുകൊണ്ടാണ് ഒരു പേഷ്യന്റ് ലോങ് ടേം ആണോ, കുറെ ദിവസം കിടക്കണോ, അല്ലെങ്കിൽ ഷോർട്ട് ടേം ചെറിയൊരു പീരീഡിലാണോ അഡ്മിറ്റ് ആകുന്നത് എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഡെഫിനിഷൻ പഠിച്ചോ? വാർഡ് എന്താണെന്ന് പഠിച്ചു എല്ലാവരും? വാർഡ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ റൂം ആണ്. ഇവിടെ ബെഡ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മെനി പീപ്പിൾസിന് വേണ്ടിയിട്ട് ബെഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഏകദേശം സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. Then stay can be long term or short term. ചിലവര് സ്റ്റേ ചെയ്യുന്നത് ലോങ് ടേം ആകാം, ഷോർട്ട് ടൈം ആകാം. ഡിപ്പെൻഡിങ് അപ്പോൺ ദ സെവറിറ്റി ഓഫ് കണ്ടീഷൻ, രോഗത്തിന്റെ തീവ്രത അനുസരിച്ചുകൊണ്ടാണ് നമ്മളൊരു പേഷ്യന്റിനെ എത്ര ദിവസമാണ് അഡ്മിറ്റ് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, then next one, the purpose of any hospital ward. ഇങ്ങനെ ഹോസ്പിറ്റലുകളിൽ വാർഡിന്റെ പർപ്പസ് എന്താണെന്ന്, ഉദ്ദേശം എന്തൊക്കെയാണ് ഉദ്ദേശം? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാർഡ് എന്നുള്ള സംഭവം ഹോസ്പിറ്റലിൽ വെച്ചിരിക്കുന്നത്? എന്തൊക്കെയായിരിക്കാം ഉദ്ദേശം? ഇതൊക്കെയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ, അല്ലെങ്കിൽ ചുമ്മാ വെറുതെ വെച്ചിരിക്കുകയാണോ? അതുകൊണ്ട് ഉദ്ദേശം എന്താണ്? അറിഞ്ഞോളൂ. തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കൊള്ളട്ടെ, ഇവിടെ നമുക്കൊരു പ്രശ്നമില്ല. എല്ലാവർക്കും കെയറിങ്. ഓക്കെ, എല്ലാവർക്കും ഒരു പരിചരണം ലഭിക്കാം, രോഗം മാറാൻ. ഓക്കെ, ട്രീറ്റ്മെന്റ് കൊടുക്കാലോ. ദെൻ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, തുടർ ചികിത്സ നമുക്ക് നൽകാം. വേറെ എന്തൊക്കെയാണ്? ഓക്കെ, നോക്കാം കേട്ടോ. പോയിന്റ്സുകളാണ്, പോയിന്റ് ആണ്. നമുക്ക് ആ പോയിന്റ് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ്. ഫസ്റ്റ് വൺ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഡയഗ്നോസിസ് എന്ന് വെച്ചാൽ എന്താ? രോഗനിർണയം. രോഗം നിർണയിക്കുവാനും അതോടൊപ്പം തന്നെ ചികിത്സ നൽകുവാനും. സെക്കൻഡ് വൺ, പ്രൊമോട്ടിംഗ് ഹെൽത്ത്. ആരോഗ്യത്തെ എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യുക, മീൻസ് പ്രോത്സാഹിപ്പിക്കുക. ആരോഗ്യത്തെ സംരക്ഷിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ടീച്ചിങ്. ടീച്ചിങ് എന്ന് വെച്ചാൽ എന്താണ്? രോഗത്തെ കുറിച്ച് പഠിക്കുക, അതായത് കണ്ടെത്തുക. ഇപ്പൊ ടെസ്റ്റ് റിസൾട്ടുകളുടെയും അടിസ്ഥാനത്തിൽ രോഗത്തെ കണ്ടെത്തുക, പഠിക്കുകയാണ് രോഗത്തെ കുറിച്ച്, അല്ലെ? ദെൻ റിസർച്ച്, ഗവേഷണം. അതായത് പുതിയ പുതിയ രോഗങ്ങളെ കുറിച്ചിട്ടുള്ള ഗവേഷണങ്ങള്. പുതിയ പുതിയ രോഗങ്ങൾ ഉണ്ടല്ലോ, പുതിയ പുതിയ വൈറസുകള്, അങ്ങനെയുള്ള പുതിയ പുതിയ രോഗങ്ങളൊക്കെ വരുന്ന പേഷ്യൻസിന്റെ നമ്മൾ ഗവേഷണം നടത്തുന്നു, അല്ലെ? ദെൻ റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യൻസ്. റെൻഡർ പ്രൊഫഷണൽ, റെൻഡർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രൊവൈഡ് ചെയ്യുകയാണ്. പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു നഴ്സിംഗും അതോടൊപ്പം തന്നെ നല്ലൊരു മെഡിക്കൽ കെയർ അതും നമുക്ക് പേഷ്യൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക. പ്രൊവൈഡ് നെസസറി എക്യുപ്മെന്റ്സ്. പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ പറഞ്ഞില്ലേ വാർഡിലെ എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ ചോദിച്ചു, അല്ലെ? നെബുലൈസർ, അതോടൊപ്പം തന്നെ ഓക്സിജൻ സിലിണ്ടർ, അങ്ങനെ ആവശ്യമായിട്ടുള്ള പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. എസെൻഷ്യൽ ഡ്രഗ്സ്, ആവശ്യമായിട്ടുള്ള മെഡിസിൻസുകൾ. Then all other store requirement for patient care in an organized manner. ഒരു സ്ട്രക്ചറോട്, ഒരു ഓർഗനൈസ്ഡ് മാനറോട് കൂടി പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകള്, അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിനുകള്. ദെൻ അതർ സ്റ്റോർസ് റിക്വയർമെന്റ്, മറ്റെന്തെങ്കിലും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആവശ്യമെങ്കിൽ അതും എന്ത് ചെയ്യുക? ഒരു ഓർഗനൈസ്ഡ് മാനറിൽ പ്രൊവൈഡ് ചെയ്യുക. ഓർഗനൈസ്ഡ് മാനർ എന്ന് വെച്ചാൽ ഒരു സ്ട്രക്ചറിൽ നമ്മൾ പറയില്ലേ, എന്താ ഓരോ കാര്യങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് ഭംഗിയായിട്ടൊക്കെ അത് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് ഒരു ഹോസ്പിറ്റൽ വാർഡിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ജസ്റ്റ് പോയിന്റ്സ് ആണ്. ഓക്കെ, ഇത് വായിച്ചു നോക്കുക കേട്ടോ. ഡെഫിനേഷനും വായിക്കാം, ദെൻ പർപ്പസ്.
പർപ്പസ് ആ പോയിന്റുകളായിട്ട് തന്നെ പഠിക്കാം കേട്ടോ. അതിന്റെ ഡീറ്റെയിൽ ഒന്നുമില്ല, ജസ്റ്റ് പോയിന്റുകളാണ്. വായിച്ചോ, ലാസ്റ്റ് പോയിന്റ് ഒന്നും കൂടി പറയണോ? അതായത് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ നമ്മൾ പറഞ്ഞില്ല, ഇപ്പൊ നെബുലൈസറോ അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ ആവശ്യമാണെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ, ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകളും ആവശ്യമായിട്ടുള്ള മെഡിസിൻസുകളും മറ്റ് എന്തെങ്കിലും സ്റ്റോർസ് റിക്വയർമെന്റ്സ്, അതായത് ഇപ്പോ ബെഡ്ഷീറ്റോ പില്ലോ കവറോ അങ്ങനെ ആവശ്യമെങ്കിൽ അങ്ങനെയുള്ളവയും കൂടി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അഞ്ചാമത്തെ പോയിന്റ് റെന്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് തന്നെയാണ് കേട്ടോ. അതായത് നല്ലൊരു നഴ്സിംഗ് കെയറുകളും മെഡിക്കൽ കെയറും പേഷ്യൻസിന് കൊടുക്കാന്ന്, രോഗിയെ പരിചരണം കൊടുക്കാന്ന്. ഓക്കെ, ക്ലിയർ ആണോ? കംപ്ലീറ്റ് ചെയ്തില്ലേ? പർപ്പസ് ഡെഫിനേഷൻ ഓക്കെ ആണല്ലോ രണ്ടും. ഇനി അടുത്തൊരു ചെറിയൊരു പോയിന്റ് കൂടെ നമുക്കൊന്ന് പറയാം കേട്ടോ. കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് വാർഡ് സ്പേസ്, ഒരു വാർഡിനുള്ളിലുള്ള സ്പേസുകൾ മൂന്നെണ്ണമാണ് പറയുന്നത് മെയിൻ ആയിട്ട്. പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ്, ദെൻ കോറിഡോർസ്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ആയിട്ട് പഠിക്കണമെങ്കിൽ കോഡ് പോലെ PNC എന്ന് എഴുതി വെച്ച് പഠിക്കാം. ഓക്കെ, PNC കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് വാർഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ PNC. ഓക്കെ, PNC എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കാലോ. P എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ആണ്, N എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് ആണ്, C എന്ന് പറഞ്ഞാൽ കോറിഡോർസ്. ഇനി മൂന്നും ജസ്റ്റ് ഒന്ന് പറയാം. പേഷ്യന്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റ് കിടക്കുന്ന ഒരു ഏരിയ, അതായത് നമ്മുടെ വാർഡിൽ പേഷ്യൻസ് കിടക്കുന്ന ഏരിയ. നഴ്സിംഗ് സ്പേസ് ആരോ നേരത്തെ പറഞ്ഞായിരുന്നു, ഞാൻ വാർഡിന്റെ പ്രത്യേകതകൾ ചോദിച്ചപ്പോൾ നഴ്സിംഗ് സ്പേസ് എന്നാണോ ഏരിയ എന്ന് ആരോ പറഞ്ഞു, ശ്രദ്ധിച്ചില്ല കേട്ടോ. ഓക്കെ, അപ്പോ നഴ്സിംഗ് സ്പേസ് എന്താണ്? ഒരു വാർഡിനുള്ളിൽ നഴ്സിംഗ് സ്പേസ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. വാർഡിനുള്ളിൽ നഴ്സിംഗ് സ്പേസ് എന്താണ്? നഴ്സിംഗ് സ്പേസ് എന്ന് പറഞ്ഞാല് വാർഡിനുള്ളിൽ നഴ്സിംഗ് സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഐഡിയ ഉണ്ടോ? റൂമാണ്. ഓക്കെ, നഴ്സിംഗ് റൂം എന്ന് പറയാം. ചിലപ്പോൾ റൂമായിട്ട് തിരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വാർഡിന്റെ അറ്റത്തായിട്ട് ചെറിയൊരു മീൻസ് ഒരു ബൗണ്ടറി ചെയ്ത് വെച്ചിട്ടുണ്ടാകും അല്ലെ. നഴ്സുമാർ ഇരിക്കുന്ന ഒരു പ്ലേസ്, അവിടെ നമ്മുടെ ചീട്ടുകൾ റെക്കോർഡുകൾ ഉണ്ടാവും, മെഡിസിൻസ് ഉണ്ടാകാം, എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടാകും അല്ലെ. നഴ്സസ് ഇരിക്കുന്ന ഒരു ഏരിയ നമ്മുടെ വാർഡിനോട് ചേർന്നിട്ട് ഉണ്ടാവില്ലേ? ഓക്കെ, അതായത് വാർഡിനോട് ചേർന്നിട്ട് ഒരു ചെറിയൊരു സ്പേസ് നഴ്സസ്. നമുക്ക് വാർഡിൽ കിടക്കുന്ന പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ ആ നഴ്സിംഗ് ഏരിയയിലോട്ട്, നഴ്സിംഗ് സ്പേസിൽ നഴ്സിനോടായിരിക്കും പോയി ചോദിക്കുന്നത് അല്ലെ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ ഈ വാർഡിന്റെ അറ്റത്തുള്ള ആ ഒരു നഴ്സിംഗ് സ്പേസിലല്ലേ പോയി ചോദിക്കാറ്, ആണോ? ഓക്കെ, കോറിഡോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടനാഴി അല്ലെ. നമ്മൾ ഉള്ളിൽ കൂടി, അതായത് വാർഡിന്റെ നടുക്കെ കൂടി ചെറിയൊരു വഴി ഉണ്ടാകും, അതായത് ഒരു സ്പേസ്. കോറിഡോർ, നോർമൽ കോറിഡോർ തന്നെ, ഇടനാഴി. അപ്പൊ മൂന്നെണ്ണമാണ് വാർഡ് സ്പേസിൽ പ്രധാനമായിട്ടും വരുന്നത്. പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ്, ദെൻ കോറിഡോർസ്. ഓക്കെ, ക്ലിയർ ആണോ? മൂന്നെണ്ണം. ദെൻ നെക്സ്റ്റ് നോക്കാം, ടൈപ്പ് ഓഫ് വാർഡ്. ഇനി നമ്മൾ എത്ര ടൈപ്പ് വാർഡുകൾ ഉണ്ടെന്നാണ് പഠിക്കാൻ പോകുന്നത്. ടൈപ്പ് ഓഫ് വാർഡ്സ്, ജനറൽ വാർഡും അതോടൊപ്പം തന്നെ സ്പെഷ്യലൈസ്ഡ് വാർഡും. ഇപ്പൊ മിക്ക ഹോസ്പിറ്റലുകളിലും, എല്ലാ ഹോസ്പിറ്റലിലും തന്നെ ഉണ്ടാവണമെന്നില്ല. ജനറൽ വാർഡ്സ് പൊതുവെ എല്ലാവരുമുള്ള ഹോസ്പിറ്റലുകളിൽ അവൈലബിൾ ആണ്. സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ ഉണ്ട് അല്ലെ. നമുക്കറിയാം കുറെ കുറച്ചുകൂടി മൾട്ടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വാർഡുകൾ ഉണ്ട്. എന്തൊക്കെയാണ് സ്പെഷ്യലൈസ്ഡ് വാർഡുകൾക്ക് എക്സാമ്പിൾ പറയാമോ? നിങ്ങൾ കണ്ടിട്ടുള്ള വാർഡുകൾ ഏതൊക്കെയാണ് സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ? പീഡിയാട്രിക് ഉണ്ടാകും ഇല്ലേ? ഒരു വാർഡ് നിങ്ങൾ കണ്ടിട്ടില്ല. കുട്ടികളുടെ വാർഡ്, പീഡിയാട്രിക് വാർഡ് ഉണ്ട്. ദെൻ വേറെ എന്തൊക്കെയുണ്ട്?
ഇത് മാത്രം കണ്ടിട്ടുള്ളോ? ഗൈനക്കോളജിയുടെ ഉണ്ട്, മെറ്റേണിറ്റി വാർഡൊക്കെ. ഓക്കെ, ഓർത്തോ, then പേ വാർഡ്. ഓക്കെ, then ഓങ്കോളജി, കാർഡിയോ, ENT വാർഡ്. സർജറി ഒക്കെ കഴിഞ്ഞ പേഷ്യൻസ് ആണെങ്കിൽ സർജറി വാർഡൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിഫറെന്റ് വാർഡുകൾ ഉണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സ്പെഷ്യലൈസ്ഡ് വാർഡുകളെ കുറിച്ചാണ്. നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അതില്ലേ ഇന്ന് കുറച്ച് ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റൽ വാർഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഡെഫിനീഷനും പർപ്പസും കോൺസ്റ്റിറ്റ്യൂവന്റും. ഓക്കെ, ബാക്കി ഇനി വാർഡ് കുറച്ചും കൂടി പറഞ്ഞു പോകാനുണ്ട്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർഡ്. അപ്പൊ അത് നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. മതിയോ? ഓക്കെ ആണോ ക്ലാസ്? ഹോസ്പിറ്റൽ വാർഡ് എടുത്തത്രയും ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനിയിപ്പോ അടുത്തത് നെക്സ്റ്റ് ക്ലാസ്സിന് ഉണ്ടായിരിക്കില്ല കേട്ടോ, കാരണം മിസ് അശ്വതി മാം ഇന്ന് ലീവാണ്. സോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ടീച്ചർ തന്നെ ക്ലാസ് എടുത്തത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇനി അടുത്ത ദിവസം ഹോസ്പിറ്റൽ വാർഡിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. എടുത്ത് അത്രയും കൃത്യമായിട്ടും വായിക്കാം കേട്ടോ എല്ലാവരും. ഓക്കെ, താങ്ക് യു ഓൾ.